ഈ കമ്മീഷൻ 2020 നവംബറിൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്നു. എന്തായിരുന്നു നമുക്ക് നൽകിയ മാൻഡേറ്റ്, എന്തായിരുന്നു നമ്മൾ ഇതിനെ പഠിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ ഫേസ് ചെയ്ത ചാലഞ്ചസ്? ആദ്യമായിട്ട് സീറോ മലബാർ സഭ സർക്കാരിലേക്ക് നിവേദനങ്ങൾ അർപ്പിച്ചു. ന്യൂനപക്ഷ ബെനിഫിറ്റ്സ് ഏതാണ്ട് മുഴുവൻ തന്നെ മുസ്ലിങ്ങൾക്കാണ് കൊടുക്കുന്നത്, ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്നില്ല. വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ക്രിസ്ത്യൻ സമൂഹങ്ങൾ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ബെനിഫിറ്റ്സ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ നിരന്തരമായിട്ട്, അതുപോലെ തന്നെ ലത്തീൻ സഭകളും ഒക്കെ അവരൊക്കെ അത് തന്നെ റെപ്രസെൻ്റ് ചെയ്യും. വളരെ നേരത്തെ തന്നെ പരിവർത്തിത കമ്മീഷനുകൾ, ക്രിസ്ത്യാനികളുടെ അസോസിയേഷനുകൾ പലതും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ കമ്മീഷന് ഉത്തരവാകുന്നത്. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് സാമൂഹ്യപരമായും വിദ്യാഭ്യാസപരമായും ധനപരമായും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ആ പ്രശ്നങ്ങൾ എന്താണ്, അതെങ്ങനെ പരിഹരിക്കാം, അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് മറ്റുള്ള ന്യൂനപക്ഷങ്ങളുമായിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങളും വിവേചനവും ഉണ്ടോ, ഉണ്ടെങ്കിൽ അതെന്താണ്, അത് പരിഹരിക്കുന്നത് എങ്ങനെയാണ്. മൂന്നാമത് പ്രത്യേകമായിട്ട് മലയോര കർഷകരായ ക്രിസ്ത്യാനികളുടെയും കുട്ടനാട്ടിലുള്ളവരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും പ്രശ്നങ്ങൾ പഠിക്കണം. ഇത് പഠിച്ചിട്ട് അവർക്കാവശ്യമുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. ഞങ്ങൾ ഇത് തുടങ്ങിക്കഴിഞ്ഞ ആദ്യം നമ്മുടെ വിവേചനത്തിനെക്കുറിച്ച് ആദ്യം നോക്കി. പക്ഷെ ഞങ്ങൾക്ക് അതിൽ അധികമൊന്നും പറയേണ്ടി വന്നില്ല. കാരണം അതിനു മുമ്പ് തന്നെ ഹൈക്കോടതി വിധി വന്നു. പ്രപ്പോർഷനേറ്റായിട്ട് ജനസംഖ്യ അനുസരിച്ച് ന്യൂനപക്ഷങ്ങൾക്കുള്ള കൊടുക്കുന്ന ഒരു ഭാഗത്തിന് മാത്രം കൊടുത്താൽ പോരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ആ ഒരു വലിയ ജോലി ഒഴിവായി. പിന്നെ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഈ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സ്ഥിരം ഒരു കമ്മീഷനുണ്ട്. അതിൽ നിയമം ഉണ്ടായിരുന്നത് ചെയർമാൻ ഒരാളായിരിക്കണം, അടുത്ത മെമ്പർ മറ്റൊരു വിഭാഗത്തിൽ നിന്ന്, ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ഒരാളായിരിക്കണമെന്നുണ്ടായിരുന്നു. അത് ജലീൽ മന്ത്രിയായിരുന്ന സമയത്ത് അസംബ്ലി കൊണ്ടുവന്നിട്ട് മറ്റൊരു എന്നുള്ളത് മാറ്റി. അപ്പം ചെയർമാനും മെയിൻ മെമ്പറും മുസ്ലിം സമുദായത്തിൽ തന്നെ ആക്കാനായിട്ട് സാധിച്ചു. അതുപോലെ അവിടുത്തെ സ്റ്റാഫ് 100% മുസ്ലിംസായി. ഇത് സർക്കാരിൽ നിന്ന് ശമ്പളമാണെങ്കിലും സ്പെഷ്യൽ റൂൾസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അല്ലാതുള്ള അപ്പോയിൻമെൻറ്റാണ്. അത് മുഴുവൻ മുസ്ലിംസാണ്. അപ്പം ഒരു കൂട്ടം ആൾക്കാരുടെ നിവേദനം ഉണ്ടായിരുന്നത്, ഇത് ഞങ്ങൾക്കുള്ള കമ്മീഷനാണ്, നിങ്ങൾ എന്തിനാണ് ഇതെന്ന് പറഞ്ഞാൽ ഇവരുടെ മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിച്ച് തള്ളുന്നു എന്നൊരു പരാതി ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള പരാതികളൊക്കെ ഞങ്ങൾ കൺസിഡർ ചെയ്ത് സർക്കാരിനോട് ചോദിച്ചു. സർക്കാർ അത് പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. പിന്നൊന്ന് ഈ ഭവന വായ്പ, ഈ ഒരു മൈനോറിറ്റി ഫിനാൻസ് ഒരു പരിപാടിയുണ്ട്, ഫിനാൻസ് കൊടുക്കുന്ന, ലോൺ കൊടുക്കുന്ന പരിപാടിയുണ്ട്. അതിപ്പം പരിഹരിച്ചു കഴിഞ്ഞു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈട് വെച്ചാണ് കൊടുക്കുന്നത്. അതും അതിനിപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീടുള്ളത് ഈ ട്രെയിനിങ് സെൻറ്റേഴ്സാണ്. ഈ സിവിൽ സർവീസ് പരീക്ഷയ്ക്കും അല്ലാത്തുള്ള പരീക്ഷയ്ക്കുമൊക്കെ ട്രെയിനിങ് സെൻറ്റേഴ്സ്, അത് ക്രിസ്ത്യാനികളുള്ളിടത്ത് വളരെ കുറവാണ്. മലപ്പുറത്ത് 7-8 സെൻറ്റർ വന്നപ്പം കോട്ടയത്ത് 1 അത് വെച്ചിരിക്കുന്നത് തന്നെ മുസ്ലിങ്ങൾ മാത്രമുള്ള നമ്മുടെ കിസിയോറിയൻ്റെ സ്ഥലത്ത്, അവിടെ ഇരാറ്റുപേട്ട ഒരു മദ്രസയോട് ചേർന്നാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് പോയി പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞങ്ങളതിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും സെൻറ്റർ കൊടുക്കണം. പ്രത്യേകിച്ചും ബാക്ക്വേർഡായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നിടത്തെ പരിവർത്തന ക്രിസ്ത്യാനികളും മത്സ്യത്തൊഴിലാളികളും ബാക്ക്വേർഡായിട്ടുള്ളവർക്കാണ് അത് കൂടുതൽ ആവശ്യം. അവർക്ക് എല്ലാവർക്കും ഒരേ പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളിടത്തൊക്കെ കൊടുക്കാമെന്ന് ഇപ്പം സർക്കാർ സമ്മതിച്ചിട്ടുണ്ട്. ആ 284 നിർദ്ദേശങ്ങളെ ഞങ്ങൾ കൊടുത്തു, 284 നിർദ്ദേശങ്ങളെ ഞങ്ങൾ കൊടുത്തു. ഇതിൽ ഈ മലയോര കർഷകരുടെ ഇപ്പം ഈ ഡിസ്ക്രിമിനേഷൻ്റേത് ഹൈക്കോടതി ജഡ്ജ്മെൻറ്റോടുകൂടി ഒത്തിരി പരിഹരിച്ചെങ്കിലും സ്കോളർഷിപ്പ് കൊടുക്കുന്നതിന്
പിന്നെ ഭൂരിപക്ഷ നമ്പർ അനുസരിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞുകൂടി അത് ഒത്തിരി അങ്ങ് പരിഹരിച്ചു. പക്ഷെ അതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ്, അതുമായിട്ട് ബന്ധമൊന്നുമില്ല, കേന്ദ്ര ഗവൺമെൻറ് പല ന്യൂനപക്ഷ ബെനിഫിറ്റ്സുകൾ നിർത്തി, സ്കോളർഷിപ്പുകൾ നിർത്തി, റിസർച്ചിനുള്ള സ്കോളർഷിപ്പ് അങ്ങനെ നിർത്തി. ആന്ധ്രാപ്രദേശിലുമൊക്കെ ഇങ്ങനെ നിർത്തിയ സ്കോളർഷിപ്പുകൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. കാരണം കേന്ദ്രം നിർത്തിയില്ല, ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മദ്രാസിലൊക്കെ അങ്ങനെയൊക്കെ ചില പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും ആയിട്ടില്ല. അതിലെ നിവേദനങ്ങൾ ഞങ്ങൾ ഗവൺമെൻറ് സമർപ്പിച്ച ഗവൺമെൻറ് ഇഷ്ടം പോലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചേ കൊടുക്കാൻ പറ്റും. നമുക്ക് കൊടുക്കണമെന്ന് പറയാനായിട്ടൊന്നും പറ്റത്തില്ല. നിവേദനങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു 10,000 നിവേദനങ്ങൾ കിട്ടി. അത് മലബാറിൽ നിന്ന് ഈ നോൺ ക്രിസ്ത്യൻസിൻ്റെയും പരാതികൾ വന്നു. അതെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ മലയോര കർഷകരുടെ പ്രോബ്ലം ആണെങ്കിലും തീരദേശവാസികളുടെ പ്രോബ്ലം ആണെങ്കിലും അതെല്ലാം ഒന്ന് തന്നെയാണ്. ഈ ക്രിസ്ത്യാനികളുടെ ആണെങ്കിലും ഹിന്ദുക്കളുടെ ആണെങ്കിലും ഒരേ പ്രോബ്ലമാണ് മലയോര കർഷകരുടെ ഇത്. മലയോര കർഷകർ വാസ്തവത്തിൽ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു കാലത്ത് അവരവിടെ കാടിനോടുമൊക്കെ മല്ലടിച്ച് കുറച്ച് മരണങ്ങളൊക്കെ മലമ്പനിയൊക്കെ വന്ന് ഒത്തിരി പേര് മരിക്കുകയൊക്കെ ചെയ്തെങ്കിലും അവർ നല്ലപോലെ രാജ്യത്തിനും ഗുണമുണ്ടാക്കി, അവർക്കും ഗുണമുണ്ടാക്കി. കാരണം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനൊക്കെയുള്ള കൃഷി വിഭവങ്ങളും മറ്റൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മുകളിൽ മരത്തിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുരങ്ങന്മാർ തിന്നും, താഴെയുള്ളത് കാട്ടുപന്നികൾ തിന്നും, കൊണ്ടുപോകും. ഒരു കൃഷി അവിടെ വളരാനായിട്ട് പറ്റത്തില്ല. ഇനി അഥവാ ഇതിലൊക്കെ തേച്ചിട്ട് വല്ല കുരുമുളക് വല്ലതും വളർത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കരടീസും കടുവ ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണമായി. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം തന്നെ ദുസ്സഹമായി. സന്ധ്യ കഴിഞ്ഞ് വീടിന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു വിഷമസ്ഥിതിയാണ്. ഞങ്ങളൊരു എക്സ്പെർട്ടിനെയൊക്കെ വിളിച്ചു, വൈൽഡ് ലൈഫ് വാർഡനെ വിളിച്ചു, ഗവൺമെൻറ്റിൽ നിന്ന് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററെ വിളിച്ചു, ശാസ്ത്രീയമായിട്ട് പഠിക്കാവുന്നതൊക്കെ ചെയ്തു, സയൻറ്റിസ്റ്റിനെയൊക്കെ വിസ്തരിച്ചു. അതിന് ഞങ്ങൾ പരിഹാരങ്ങൾ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് ഈ കാട്ടുപന്നിന്ന് നമ്മൾ പേര് പറയുന്നതുകൊണ്ട് നാട്ടിൽ തന്നെ ജനിച്ച് വളരുന്ന പന്നികളാണ്. അതിന് വേറെ എന്തെങ്കിലും പേര് ഇട്ടാണെങ്കിലും അതിനെ കൊല്ലാനും തിന്നാനുമുള്ള അധികാരം വേണം. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ അത് തിന്നാനോ അല്ലെങ്കിൽ മീറ്റ് കോർപ്പറേഷന് കൊടുക്കാനോ എന്തെങ്കിലും ഒരു പരിപാടി വേണം കൊന്നു കഴിഞ്ഞാൽ. ഇതിപ്പം കൃഷി നശിപ്പിക്കുന്ന പന്നികളെ കൊല്ലണമെങ്കിൽ ഫോറസ്റ്റ് ഓഫീസറെ വിളിച്ചു പറയുകയും അവരുടെ പെർമിഷൻ കിട്ടി വിടുകയും ചെയ്യുമ്പോഴത്തേക്ക് പന്നികൾ വേറെ സ്ഥലത്തോട്ട് പോകും. അതൊക്കെ ഇമ്പ്രാക്ടിക്കബിൾ. അത് കൊല്ലാനും തിന്നാനും എന്തിനാണ് കളയുന്നത്? മനുഷ്യർ പട്ടിണി കൂടുന്ന സമയമാണ്. അതിനൊക്കെയുള്ള ആ ഒരു സൗകര്യം വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ സർക്കാരാണത് ചെയ്യേണ്ടത്. അത് വാസ്തവത്തിൽ കാട്ടിലെ മൃഗങ്ങളല്ല. കാട്ടിൽ പോയി വെടിവെക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് നിർദ്ദയമായിട്ട് നല്ലപോലെ അവർക്കുള്ള ഇത് കൊടുക്കണം. അത് തീർച്ചയായിട്ടും അവർക്ക് വനത്തിൽ പോയി വേട്ടയാടാനായിട്ട് ആരെയും സമ്മതിക്കരുത്. പക്ഷേ ഈ വന്യമൃഗങ്ങൾ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം ഈ കാട്ടിലും ഈ പന്നി പെറ്റി വരികയാണ്. 11-12 കുഞ്ഞുങ്ങളാണ് ഓരോ പ്രാവശ്യം ഉണ്ടാകുന്നത്. അപ്പോൾ കുറ്റിക്കാടുകളെല്ലാം ഇത് തിന്നുകളയും. കുറ്റിക്കാടുകൾ ഇത് തിന്ന് നശിപ്പിക്കും, അല്ലെങ്കിൽ കെടുത്തുകളയും. അതുകൊണ്ട് കൊച്ചു മൃഗങ്ങൾ അതിൻ്റെ അകത്ത് താമസിക്കില്ല. പിന്നെ കാടൻ, കുറുക്കൻ ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു മൃഗങ്ങൾ, മുയൽ, കാട്ടുമുയൽ ഇതൊന്നും ഇവിടെ താമസിക്കുക അവർക്ക് സ്ഥലമില്ല. കാരണം പന്നി ഇതെല്ലാം കുറ്റിക്കാടുകളെല്ലാം നശിപ്പിക്കുകയാണ്. ആനയ്ക്ക് തിന്നാൻ വഴിയില്ല. അപ്പോൾ ആനയ്ക്ക് വേറെ ഒന്നും മാർഗ്ഗമില്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ കൃഷി സ്ഥലത്തിൽ പോയിരിക്കണം. ഈ കൊച്ചു മൃഗങ്ങളൊക്കെ നാട്ടിലോട്ട് വന്നു, കാരണം അവർക്ക് അവിടെ താമസിക്കാൻ സ്ഥലമില്ല. അപ്പോൾ വന്യമൃഗങ്ങൾക്കും ഭക്ഷണത്തിന് പറ്റുന്നില്ല, അതിന് നാട്ടിലോട്ട് വരുന്നു. അപ്പോൾ അതുകൊണ്ട് പന്നികളുടെ എക്സസ് മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ എക്സസ്സായിട്ട് വന്നാൽ കൊല്ലാനുള്ള അധികാരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശാസ്ത്രീയമായിട്ട് പഠിച്ച് സർക്കാർ അത് നടപടിയെടുക്കേണ്ടതാണ്. ഒരു കൺസെപ്റ്റ് അനുസരിച്ച് വന്യമൃഗങ്ങളെന്ന് പറഞ്ഞെങ്കിൽ മാറ്റാൻ പറ്റത്തില്ല. കാരണം വന്യമൃഗങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ചിലതൊക്കെ പോയെങ്കിലേ പറ്റും. ഈ പന്നിയുടെ ശല്യം ഒഴിവാക്കിയെങ്കിലേ പറ്റും. അതൊക്കെ വളരെ പഠിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ കുട്ടനാട്ടിലെ ക്രിസ്ത്യാനികളുടെ പ്രശ്നമെന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രശ്നം ഒന്ന് തന്നെയാണ്. കാരണം കായലിൻ്റെയോ കടലിൻ്റെയോ സൈഡിലൊന്നും മനുഷ്യർക്ക് താമസിക്കാൻ അനുവാദമില്ല. അവിടുത്തെ 6 നദികൾ ഒഴുകി വരുന്നുണ്ട്. അവിടുത്തെ കനാലുകൾ
എല്ലാം പിന്നെ ആറിൻ്റെ ഒഴി വീഴുന്ന ആ ഭാഗത്തുള്ള ഭാഗങ്ങൾ, തോടുകൾ എല്ലാം ഈ ചള്ളയും വേസ്റ്റും കൊണ്ട് ഈ മനുഷ്യരൊക്കെ ആറിൻ്റെ സൈഡിൽ ഈ ഉപയോഗമില്ലാത്ത സാധനങ്ങളൊക്കെ വലിച്ചെറിയും. ഇതെല്ലാം ഒഴുകിയങ്ങില്ല, ഇതെല്ലാം അവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് മഴവെള്ളം വീണാലും ഇവിടെ വെള്ളപ്പൊക്കവും, വെറും മഴവെള്ളം വീണാലും ഇവിടെ വെള്ളപ്പൊക്കവും. അപ്പോൾ അതുകൊണ്ട് തോടുകളും കനാലുകളും ക്ലീൻ ചെയ്യണം. അതെല്ലാവരുടെയും കൂടെ ഒരു ആവശ്യമാണ്. അവിടുന്ന് ആൾക്കാർ എക്സോഡ് ചെയ്യാണ്, കുടിവെള്ളമില്ല. അപ്പം കുടിവെള്ളത്തിന് പദ്ധതി ഉണ്ടാക്കണം. അതുപോലെ ഈ കമ്മീഷൻ നോക്കാതെ വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള പമ്പിങ് മെഷീൻ വേണം. ഇത് വെള്ളപ്പൊക്ക കാലത്ത് വെള്ളം പമ്പ് ചെയ്ത് കളയാനായിട്ട്. നമ്മുടെ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ടല്ലോ, അതായത് നമ്മൾ മുസ്ലിംസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് സാറിൻ്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്, അതായത് ഒരു റാങ്ക് ലിസ്റ്റിൽ 2072 റാങ്കുള്ള ഒരു മുസ്ലിമിന് കിട്ടിയപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ വരുമ്പം അത് ഇല്ല, അതിൽ ഞങ്ങൾക്കിപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് നമുക്കൊരു ഒഫീഷ്യൽ എഫക്റ്റീവായിട്ട് ഗവൺമെൻറ് എടുത്തില്ല. കാരണം മുസ്ലിംസ് OBC-യാണ്. അവർ മെറിറ്റിലും പഴയതുപോലെയല്ല. അവരുടെ സ്റ്റാൻഡേർഡ് ഇപ്പം വിദേശത്തൊക്കെ ജോലിയുള്ള ധാരാളം പേർക്ക് ജോലി, അതിൻ്റെ പിള്ളേരൊക്കെ നല്ലപോലെ പഠിപ്പിക്കുന്നുണ്ട്. അവർ മെറിറ്റിലും വരും, OBC-യിലും വരും. അതുകൊണ്ട് അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടും. അതിന് ഞങ്ങൾക്കൊന്നും റെക്കമെൻഡ് ചെയ്തിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഇങ്ങനെ ഉണ്ടെന്ന് മാത്രം പറയാവുന്നുള്ളൂ. ആ കോണ്ടെക്സ്റ്റിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി OBC ലിസ്റ്റിൽ പെടാൻ എലിജിബിൾ ആണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? കാരണം കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി പല പരിപാടികളും വന്നു. OBC നിൽക്കേണ്ട സെൻട്രൽ ഗവൺമെൻറ് പ്രസിഡൻഷ്യൽ ഓർഡറാണ്, ഇനി OBC വെക്കണോ വേണോ എന്നൊക്കെയുള്ളത്. അപ്പോൾ ഞങ്ങൾക്കൊന്നും പറയാം, സ്റ്റേറ്റ് ഗവൺമെൻറ് വലിയ രീതിയിൽ റെക്കമെൻഡ് ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. രണ്ടാമത്, മുസ്ലിങ്ങളിൽ നല്ലൊരു പങ്ക് നല്ല രീതിയിൽ പോയി വലിയ ഇതായി. പക്ഷേ വെറും പാവങ്ങളും ധാരാളമുണ്ട്. 1-2 വീടുകളിലും, ഒരു വീടുകളിലും മറ്റും 10-14 കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈവൻ ഇവിടെ ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർക്കും ബാക്ക്വേർഡ്നെസ് ഉള്ള വിഭാഗങ്ങളുണ്ട്. അത് പഠിച്ച് ചെയ്യേണ്ട സർക്കാരിൻ്റെ ചുമതലയാണ്. പക്ഷെങ്കിൽ നമ്മുടെ നരേന്ദ്രൻ കമ്മീഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലത്തീൻ കത്തോലിക്കരുടെയും അതുപോലെ തന്നെ പരിവർത്തിത ക്രിസ്ത്യാനികളുടെയും ഒക്കെ സ്ഥിതി, പരിവർത്തനം ചെയ്യാത്തവരുടെയും ഇവരുടെയൊക്കെ സ്ഥിതിയിലൊക്കെ വളരെ മോശമായ സ്ഥിതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഞങ്ങളെ റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സ്ഥിതിഗതികൾ ഉണ്ട് നമുക്ക്. സാറേ, നമ്മുടെ ഈ കമ്മീഷൻ ഫോം ചെയ്യാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെയധികം വിവേചനം നേരിടുന്നു എന്നുള്ളൊരു പ്രിമൈസസിലാണ് ഈ കമ്മീഷന്റെ ഒരു വിവേചനമുണ്ട്. അത് തന്നെയാണോ കമ്മീഷന്റെ ഒരു അതെ, വിവേചനം ധാരാളം ഉണ്ട്. അതാണ് ഹൈക്കോടതി വിധിയോടുകൂടി ഒത്തിരി അങ്ങ് മാറിപ്പോയി. കോടതി വിധി പറഞ്ഞ് പ്രൊപ്പോഷണലായിട്ട് കൊടുക്കണമെന്ന്. അപ്പം ഞങ്ങളുടെ ഒത്തിരി ജോലികൾ അതിൽ നിന്ന് കഴിയും. പിന്നെ ഇതൊരു ഡെമോക്രസിയാണ്. നമ്പർ ഓഫ് പേഴ്സൺസ് ക്രിസ്ത്യാനികളുടേത് വളരെ കുറഞ്ഞുകൊണ്ട് കീപ്പോട്ട് ഒഴികേക്കണം. 18% ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഇപ്പോൾ 14%. 13% ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഇപ്പോൾ 26 കഴിഞ്ഞ് 27%. ഇപ്പോൾ വോട്ടിൻ്റെ കാര്യം വരുന്ന സമയത്ത്, ഡെമോക്രസി ഉള്ള സമയത്ത് സർക്കാരുകൾക്ക് അവരെ അവഗണിക്കാൻ പറ്റത്തില്ല. അവർക്കെതിരായിട്ട് വിധിക്കുക ഒന്നും എഴുതാനും ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റാണ്. പിന്നെ വിദേശത്ത് വിദ്യാഭ്യാസത്തിന് പോവുക. ഇവിടെ പണ്ട് കാലത്ത് ഇങ്ങനെ തന്നെയായിരുന്നു. കാരണം പണ്ട് തിരുവിതാംകൂറിൽ വന്നു കഴിഞ്ഞപ്പം ആദ്യം ഈ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ക്രിസ്ത്യാനികൾക്ക് സർക്കാർ ജോലി കൊടുക്കത്തില്ലായിരുന്നു. ഈ സീപ്പോയിസായിട്ട് പട്ടാളത്തിൽ എടുക്കുന്നതല്ലാതെ ഒരു ജോലി കൊടുക്കത്തില്ലായിരുന്നു. ഇവരെ ജോലി ഒരു സർക്കാർ ജോലി കൊടുക്കത്തില്ലായിരുന്നു. അത് ട്രാവൻകൂറിൽ ട്രാവൻകൂറിൽ എങ്ങും കൊടുക്കത്തില്ലായിരുന്നു, സർക്കാർ ജോലി കൊടുക്കത്തില്ലായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ അധ്വാനിച്ചിട്ട് വനമൊക്കെ ക്ലിയർ ചെയ്ത് കൃഷി ചെയ്ത് മലയോര പ്രദേശങ്ങളിലൊക്കെ പോയി കൃഷി ചെയ്ത് അവർ വരുമാനം ഉണ്ടാക്കി. പിന്നെ വിദ്യാഭ്യാസം വന്നു കഴിഞ്ഞാൽ അവർ പഠിച്ചു കൊടുക്കലായി. അവർ പഠിച്ചിട്ട് അന്നൊക്കെ ആദ്യം പൊയ്ക്കൊണ്ടിരുന്നത് മലയ എന്നാണ് പറഞ്ഞത്, സിംഗപ്പൂർ ഉൾപ്പെടെ മലയ, ബർമ്മ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ അവർ പോയിട്ട് അവർ ജോലി ചെയ്തു. അപ്പോൾ അത് ഇവിടെ ജോലി കിട്ടാത്തതുകൊണ്ടാണ് പുറത്തു പോകുന്നത്. ഇപ്പോഴാണേലും സംവരണം ഇല്ലാത്തതുകൊണ്ട് പുറത്ത് ജോലിക്ക് പോകുന്ന, വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികൾ എല്ലായിടത്തും പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ, സുറിയാനി ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ യാതൊരു സംവരണവും ഇല്ലല്ലോ.
എത്ര പഠിച്ചാലും എത്ര ഡിഗ്രി ഒത്തിരി വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, എത്ര ഡിഗ്രി കിട്ടിയാലും ജോലിയില്ല. അപ്പോൾ അവർ വിദേശത്ത് പോകാനായിട്ട് അറിയാം. വിദേശത്ത് പോകുന്ന വലിയ കുറ്റവും എന്നുള്ള, പക്ഷേ കുഴപ്പം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഗൾഫിൽ പോകുന്ന പോലെയല്ല, മറ്റുള്ളിടത്തൊക്കെ അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. ഗൾഫിൽ പോകുന്ന ഒരു 60 വയസ്സ് കഴിയുമ്പോൾ നാട്ടിൽ തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് പലരും അവിടെ അങ്ങ് സെറ്റിൽ ചെയ്യും. പിന്നെ ഇവിടത്തിനെക്കാട്ടിലും സമരമില്ലാത്തൊരവസ്ഥ പല സ്ഥലങ്ങളിലും ഉണ്ട്. പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ കക്ഷി ഭേദം തന്നെ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ അവർക്ക് പണം ഉപയോഗിച്ച് വിദേശത്തെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാം. ഇതിവിടെ വിദ്യാർത്ഥി സമരം, മറ്റേ സമരം, മറിച്ച സമരമൊക്കെ. അതിൻ്റെ ഇടയിൽ യൂണിവേഴ്സിറ്റിയിലും മറ്റും ഇവിടുത്തെ ഈ യൂണിയൻ എന്ന പ്രശ്നം, ഈ തൊഴിലാളി യൂണിയൻ മാത്രമല്ല, എല്ലാ സ്ഥലത്തും യൂണിയൻ. പണ്ട് FACT യൂണിയൻ ഉണ്ട്. അപ്പോൾ ഞാൻ വക്കീലായിരുന്ന സമയത്ത് മാനേജ്മെൻറ്റ് വക്കീലായിരുന്നു. ഈ മാനേജ്മെൻറ്റ് യൂണിയനുമായിട്ടുള്ള തർക്കങ്ങളിലൊക്കെ ഇടപെടുന്ന വക്കീലായിരുന്നു. ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ പ്രൊഫഷണൽ മാനേജറിലുണ്ടായിരുന്നു. അന്ന് FACT മറ്റും മോഷണത്തിനോ ഒക്കെ ആരെങ്കിലും പിടിച്ചാലും യൂണിയൻ ഇടപെടത്തില്ല. അവർ ഒരു തീരുമാനം എടുത്തിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യത്തില്ല. ഇപ്പം ഡോക്ടേഴ്സിൽ നോക്കി കൈക്കൂലിക്ക് പിടിച്ചാലും KGOM സമരം ചെയ്യും. റെഡ് ഹാൻഡിലായിട്ട് പിടിച്ചാലും KGOM ഫയൽ ചെയ്യും. സർക്കാരിനൊന്നും ചെയ്യാൻ വയ്യാത്ത സ്ഥിതിയാണ്. കാരണം ഡോക്ടേഴ്സ് സമരം ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് മുഴുവൻ പിണങ്ങും. അപ്പം അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം അവിടെ ഉണ്ട്. സംഘടന, ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ മാർക്കിടുന്ന പോലെ സംഘടനകളാണ് ചില ഇതിൽ. അത് അങ്ങനെയൊക്കെയുള്ള വലിയ പരാതികളുണ്ട്. അത് സംഘടന അല്പം കൂടിപ്പോയി. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലം. ഈ മൈഗ്രേഷൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ വളരെയധികം ഒത്തിരി പേര് പോകുന്നുണ്ട്. നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ടോ? കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരിൽ ചെറുപ്പക്കാരങ്ങ് പോവുകയാണ്. പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറുപ്പക്കാരുടെ എണ്ണം കുറവാണ്. കാരണം പിള്ളേരെല്ലാം പഠിക്കാൻ പോകരുതെന്ന് പറയാൻ പറ്റും. കാരണം അവർക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവർക്ക് ജോലി കിട്ടത്തൊക്കെ ഒന്നുകൂടെ പഠിക്കാൻ കിട്ടും. പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടും, അവർക്ക് നല്ല അറ്റ്മോസ്ഫിയർ കിട്ടും. അപ്പോൾ അവർക്ക് അതായിരിക്കും കൂടുതൽ സൗകര്യപ്രദം. അവരവിടെ പോകും. പക്ഷേ അവർ കൊള്ളാൻ നമുക്ക് കുറച്ച് ഗുണങ്ങളുണ്ട്. കാരണം അവർ ഫോറിൻ എക്സ്ചേഞ്ചൊക്കെ മാതാപിതാക്കന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനായിട്ട് കാശ് അയച്ചു കൊടുക്കും. പിന്നെ മാതാപിതാക്കന്മാർ വല്ലതും സംഭവിച്ചിട്ടുണ്ട്, അവർക്ക് അത് വലിയ പ്രശ്നമൊന്നുമല്ല. അവർക്ക് അവിടെ ഉള്ളപ്പോൾ ഇവിടുത്തെ സ്വത്ത് നോക്കും വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു അതൊക്കെ ഒരു ഈ ഫോറിൻ എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. എന്നാലും വിദ്യാഭ്യാസം എന്ന് പറയുന്നതാണ് ക്രിസ്ത്യൻസിൻ്റെ ഒരു വലിയൊരു ഇത്. പിന്നെ ഇപ്പോഴത്തെ സർക്കാരുകൾ തുടർച്ചയായിട്ട് എയ്ഡഡ് വിദ്യാഭ്യാസത്തെ വളരെ അവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു കാലത്ത് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിദ്യാഭ്യാസങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. എല്ലാ പള്ളിയോടും ചേർന്ന് പള്ളിക്കൂടം ഉണ്ടായിരുന്നു. ഈ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി മുതലായ ഗുരുക്കന്മാർ സമൂഹത്തിൽ പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി പഠിക്കാൻ പറഞ്ഞു. അവർക്കെല്ലാം പിന്നെ നല്ല പഠിക്കാതിരിക്കുന്ന ഇവിടെ പഠിക്കാൻ പറഞ്ഞു. അവർ പഠിച്ചു. ഇപ്പോൾ KR നാരായണനൊക്കെ ഇന്ത്യൻ പ്രസിഡൻ്റായി. CMS കോളേജിൽ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടാണ് പഠിക്കാൻ പറ്റിയത്. അപ്പോൾ അവിടെ ആൾക്കാർ ആരെയും കൺവേർട്ട് ചെയ്യാനല്ല. കാരണം ക്രിസ്തു മതത്തിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത് വെളിച്ചം പകർന്നു കൊടുക്കാനുള്ളതാണ്. അത് വെളിച്ചം പകർന്നു കൊടുക്കുന്നതിൻ്റെ അടുത്ത് കൊണ്ടുപോകാം. ഇപ്പം 8, 9, 10 ഏക്കർ സ്ഥലത്തോളമാണ് പട്ടത്ത് സെൻറ്റ് മേരി സ്കൂള്. 4000 ചില്ലുവാനും കുട്ടികൾ പഠിക്കുന്നുണ്ട്. വിവിധ മതസ്ഥരെ പഠിക്കുന്നുണ്ട്. ഇത് സർക്കാരിൻ്റെ ജോലിയാണ്. അത് സർക്കാർ ഏറ്റെടുത്ത് നടത്തുമ്പോൾ നമ്മളിവിടെ നടത്തുന്ന സമയത്ത് നിങ്ങൾ അപ്പോയിൻ്റ് ചെയ്യുന്നു, നിങ്ങൾ ശമ്പളം സർക്കാർ കൊടുക്കുന്നു, എന്താണ് സർക്കാരിൻ്റെ ജോലിയാണ് ചെയ്യുന്നവർ. അപ്പം ആ സ്ഥലത്ത് ഇന്നിപ്പോൾ 1 സെൻറ്റ് സ്ഥലത്തിന് 3 ലക്ഷം രൂപ കിട്ടും, 30 ലക്ഷം രൂപ കിട്ടും. 10 ഏക്കർ സ്ഥലം ഒരു ഏക്കർ വിറ്റ് കഴിഞ്ഞാൽ 30 കോടി രൂപ കിട്ടും. അപ്പോൾ നിങ്ങൾ സർക്കാർ എവിടെയെങ്കിലും പോയി സ്കൂൾ നടത്തിക്കോ, ഞങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ അവരൊത്തിരി ത്യാഗങ്ങൾ സഹിച്ചാണ് അന്ന് സ്ഥലം വാങ്ങിച്ചതും കെട്ടിടം പണിത് നോക്കുക. അല്ലാതെ ആരുടെ ഓശാരമൊന്നുമല്ല. അപ്പോൾ സർക്കാരിന് ശമ്പളം കൊടുക്കുന്നു എന്നുള്ളത് സർക്കാർ പറഞ്ഞിട്ട്. കാരണം മുണ്ടശ്ശേരി മാഷ് ഇരിക്കുന്ന സമയത്താണ് ഈ പള്ളിവക സ്കൂളുകളൊക്കെ ഈടാക്കുന്നത്. അന്ന് ക്രിസ്ത്യാനികൾ എതിർത്തു അതിനെ. അവർ സമരമൊക്കെ ചെയ്തു. വിമോചന സമരത്തിൻ്റെ ഒരു ഭാഗം അത് തന്നെയായിരുന്നു. അപ്പം അതൊരു ഓശാരമൊന്നുമല്ല. ഇത് മാത്രമല്ല, വളരെയേറെ റെസ്ട്രിക്ഷൻസ് വരികയാണ്. ഭരണഘടനയിൽ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ ആചാരങ്ങൾ പഠിപ്പിക്കാൻ അവകാശമുണ്ട്. പക്ഷേങ്കിൽ എയ്ഡ് കിട്ടിക്കഴിഞ്ഞാൽ
എയ്ഡഡ് സ്ഥാപനത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം അവർക്ക് അവരുടെ കുട്ടികളെ എന്ത് വേണമെങ്കിലും പഠിപ്പിക്കാം. പക്ഷേങ്കിൽ മറ്റേത് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന കരിക്കുലം അനുസരിച്ച് പഠിപ്പിക്കണം. അങ്ങനെ തന്നെയാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. SSLC ആണെങ്കിലും CBSE ആണെങ്കിലും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ അതിന് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഗവൺമെൻറ്റുകൾ ഓരോ സമയത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇതിന് മുമ്പത്തെ ഗവൺമെൻറ് കുറേശ്ശെയായിട്ട് അധികാരങ്ങൾ പിടിച്ചു പറ്റുകയാണ്. അത് നല്ല രീതിയിൽ നടത്തണമെങ്കിൽ, കാരണം അധ്യാപകർ വെറും സീനിയോറിറ്റി ഉണ്ടെന്നും ഒരു പ്രയോജനമില്ല. നല്ല അധ്യാപകരുണ്ട്, നമുക്ക് അവരെ നേരിട്ട് അറിയാവുന്നതാണ്. പിള്ളേരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അധ്യാപകരുണ്ട്. വീടുകളിൽ പട്ടിണി കിടക്കുന്ന പിള്ളേരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ഭക്ഷണം സ്വന്തം ശമ്പളം കൊടുക്കുന്ന അധ്യാപകരുണ്ട്. ധാരാളം അധ്യാപകരെ എനിക്ക് നേരിട്ട് അറിയാം. പക്ഷേ സർ, ഈ എയ്ഡഡ് മാനേജ്മെന്റ് കോളേജസിലെയും സ്കൂൾസിലെയും അധ്യാപകർക്കെതിരെയുള്ളൊരു ആരോപണം എന്ന് വെച്ചാൽ പൈസ കൊടുത്തിട്ട് ജോലി വാങ്ങുന്നവർ എന്നുള്ളൊരു നെറേറ്റീവ് ഉണ്ട്. അത് ഈ PSCക്ക് വിട്ടാൽ ഈ ഒരു സൈഡ് കൂടി ക്ലിയർ ആയി കിട്ടില്ലേ? ഒന്നും കിട്ടത്തില്ല. കാരണം ഇവർക്ക് കൊടുക്കുന്നതിന് പകരം PSCയിലെ നേതാക്കന്മാർക്കും രാഷ്ട്രീയക്കാർക്കും കാശ് കൊടുക്കുന്ന രീതിയിൽ കിട്ടുമല്ലോ. PSCയെ കുറിച്ച് അങ്ങനെ ധാരാളം പിന്നെ പരാതികളുണ്ട്. അതിലും വലിയ വ്യത്യാസമൊന്നുമില്ല. എന്ന് മാത്രമല്ല, ഒരു ക്രിസ്ത്യാനും വളരെയേറെ ബുദ്ധിമുട്ടി പറഞ്ഞില്ല, ഇത്രയും പണം ചിലവാക്കി ഉണ്ടാക്കി പട്ടിണി കിടന്നുണ്ടാക്കിയതാണ്. അവർക്ക് അധ്യാപകരെ നിയമിക്കാനുള്ള ചുമതല അപ്പോൾ അവർക്ക് അവരെ കൊടുക്കണ്ടേ? അവർ അധ്യാപകരെ നിയമിക്കുന്നു. പിന്നെ ഈ സഭകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ അങ്ങനെ വലിയ കൈക്കൂലിയൊന്നുമില്ല. കാരണം അവർക്കെല്ലാം അക്കൗണ്ടഡാണ്. ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റ് നടത്തുന്നിടത്താണ് കൂടുതലും ഉള്ളത്. അത് കൂടുതലും എല്ലാ മതക്കാരുടെ ഉള്ളു, ക്രിസ്ത്യാനികളുടെ മാത്രമല്ല. എന്നാലും ഈ പൈസ വാങ്ങിച്ച് ജോലി കൊടുക്കുക, പൈസ വാങ്ങിച്ചാൽ ഈ കെട്ടിടം വെക്കണമെങ്കിൽ ഇപ്പം മെയിൻ്റനൻസ് ഗ്രാൻഡ് കൊടുക്കുന്നില്ല. പിന്നെ നിങ്ങൾ സ്മാർട്ട് ക്ലാസ് നടത്തണം, മറ്റേത് നടത്തണം എന്ന് പറയും, അതിന് ഗ്രാൻഡ് കൊടുക്കുന്നില്ല. ഇതുകൊണ്ടൊക്കെ കാശ് വേണ്ടേ? പ്രാക്ടിക്കലാക്കണ്ടേ? ഇപ്പം ഇത്രയും ബുദ്ധിമുട്ടി സർക്കാർ ഇപ്പോൾ ഒരു കെട്ടിടം, ഒരു സ്കൂൾ ക്ലോസ് ചെയ്യാൻ പോലും സമ്മതിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇത് സ്കൂൾ വേണ്ട എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്യാൻ പോലും സമ്മതിക്കില്ല. കാരണം അവർ അവിടെ വേറെ ഒരു കൊമേഴ്ഷ്യൽ സ്ഥാപനം വെച്ച് ഇത് കൂടുതൽ കാശ് കിട്ടും. അത് ക്ലോസ് ചെയ്യാനും സമ്മതിക്കത്തില്ല. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുകയും നല്ല രീതിയിൽ നടത്തുകയും വേണമെങ്കിൽ പണം വേണം. ഈ മാനേജ്മെൻറ്റുകൾ പലതും, ചില പ്രൈവറ്റ് മാനേജ്മെൻറ്റുകൾ, മറ്റുള്ള ഓർഗനൈസേഷൻസൊക്കെ നടത്തുന്ന ഇതൊക്കെ അവരവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ എയർ കണ്ടീഷൻഡ് മുറിയും സ്മാർട്ട് ഫോണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പല മാനേജ്മെൻറ്റുകളും സ്വയമായിട്ടും പണം പിരിച്ച് നടത്തുന്നതാണ്. ഇപ്പോൾ ഞാൻ പുത്തങ്കാവിൽ ഒരു പള്ളിവക സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ വേണമെന്ന് നാട്ടുകാരെല്ലാവരും കൂടെ വന്ന് പറഞ്ഞു. സ്ഥലമില്ല. അപ്പം ആ പള്ളിക്കാരെല്ലാം കൂടെ പണം പിരിച്ച് അടുത്ത സ്ഥലം വാങ്ങിച്ചു. അവിടെ വലിയ കെട്ടിടം പണിതു. അവിടെ ഹയർ സെക്കൻഡറി സ്കൂളായി. അപ്പോൾ ഇതിന് പണം വേണം. ഈ പണം വിളിച്ചാൽ ഒത്തിരി കടം വാങ്ങിച്ചു. ഈ കടം വീട്ടണ്ടേ? ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ തത്വങ്ങളും നിയമങ്ങളും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പലരും പക്ഷെങ്കിൽ ഈ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് ഉണ്ട്, ഇൻഡിവിജ്വൽ കോർപ്പറേറ്റ് മാനേജ്മെൻ്റ് അല്ല, ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റാണ്. അവരവരുടെ കാര്യങ്ങൾ നോക്കിയും അതേ സമയത്ത് വേണ്ടത്ര ബെനിഫിറ്റ്സ് കൊടുക്കാത്ത സ്ഥലമുണ്ട്. മറ്റേ നമ്മൾ കണക്കൊക്കെ എല്ലാം ഇൻവെസ്റ്റ് ചെയ്യണം. അവിടെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം. ആ പ്രാക്ടിക്കലായിട്ടുള്ള നോക്കുന്നില്ല. ഈ മുണ്ടശ്ശേരി മാഷ് ടൈമിൽ ഒറിജിനൽ ഇത് എന്ന് പറയാ സ്ഥലത്തിന്റെ വാടക കൊടുക്കുക, എന്നിട്ട് പിന്നെ സ്കൂൾ മാനേജ്മെന്റ് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുക, അങ്ങനെ ആയിരുന്നില്ലേ? അത് ഒരിക്കലും പറ്റത്തില്ല. കാരണം നമ്മൾ വാടകയ്ക്കല്ല നമ്മൾ കെട്ടിടം വെച്ചേക്കുന്നത്, നമ്മളൊരു സർവീസാണ് ചെയ്യുന്നത്. സ്ഥലത്തിന്റെ ലാൻഡിന്റെ അതെ, നമ്മൾ കെട്ടിടം വെച്ച് വിദ്യാഭ്യാസം നടത്തുന്നത് വാടകയ്ക്ക് കൊടുക്കാനായിട്ടല്ല, കൊമേഴ്സ്യൽ സ്ഥാപനമല്ല, ഇതൊരു സേവനമാണ്. ഇപ്പം എത്രയോ സ്കൂളുകളിൽ അധ്യാപകർ വേണ്ടത്ര അധ്യാപകരില്ല, പ്രൈവറ്റായിട്ട് ആൾക്കാരെ വിളിച്ചു വന്ന് പഠിപ്പിക്കുന്നുണ്ട്. എത്രയോ സംഗതികൾ ചെയ്യുന്നുണ്ട്. അത് ഒരു സേവനത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം എൻ്റെ മകളെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പ്രൈവറ്റ് മാനേജ്മെൻറ്റ്, പ്രൈവറ്റ് പള്ളി സഭ പഠിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ കുട്ടികളുടെ വീടുകളിലെ എത്ര കുട്ടികൾക്ക് വീട്ടിൽ പഞ്ഞമുണ്ട് എന്നുള്ള കൃത്യമായിട്ടറിയാം. അവരുടെ സിസ്റ്റേഴ്സൊക്കെ അവരുടെ വീട്ടിൽ വിളിക്കും. വേണ്ടിയവർക്ക് വേറെ ഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീക്കായിട്ടുള്ള കുട്ടികൾ ആരാണെന്നറിയാം. ഇപ്പം എക്സാം സ്റ്റഡി ലീവിൻ്റെ സമയത്ത് സ്പെഷ്യൽ ക്ലാസ് വെക്കും, ഫ്രീ ആയിട്ട് സ്കൂളിൽ വെച്ച് തന്നെയാണ് നടത്തുന്നത്. എന്നിട്ട് അവർ പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് മുമ്പ് പറഞ്ഞ് സ്പെഷ്യൽ ക്ലാസ് നടത്തുന്നുണ്ട്, വേണമെങ്കിൽ രക്ഷിതാക്കളും വന്ന് കാണാമെന്ന് പറഞ്ഞു. പല രക്ഷിതാക്കളും വന്ന് കണ്ട് ഈ സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നത്. ഇതൊരു സർക്കാർ സ്കൂളിൽ വേണ്ട, അവർക്ക് ശമ്പളം കിട്ടിയാൽ മതി, അവർക്ക് അവരുടെ ജോലി ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു സേവനമാണിത്. അത് വാടകയ്ക്ക് കൊടുക്കാനാണെന്നെങ്കിൽ കെട്ടിടം പണിത് വാടകയ്ക്ക് കൊടുത്താൽ പോലെയാണ്.
ഇത് നല്ലൊരു കെട്ടിടം പണിതാൽ വാടക നല്ല കിട്ടും. പട്ടത്ത് സെൻറ്റ് മേരീസ് ആ സ്ഥലം ഇരിക്കുന്നിടത്ത് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ കിട്ടും. പൈസ അല്ല പ്രശ്നം അവിടെ. ആ, അവർക്ക് നേരത്തെ റിസർവേഷൻ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു ആംഗ്ലോ ഇന്ത്യൻസിന്. ഇപ്പോൾ അത് എടുത്തു കളഞ്ഞു. അത് എടുത്തു കളഞ്ഞിട്ട് ലത്തീൻ കത്തോലിക്കർക്കും ഇതും കൂടെ ഒരുമിച്ചാക്കി. എന്നാൽ ഒരുമിച്ചുള്ള റിസർവേഷൻ കൂട്ടിയിട്ടുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പുറമേ കാണുന്ന പോലെയല്ല, ഒത്തിരി സമ്പത്തിന് ബുദ്ധിമുട്ടുള്ള ധാരാളം പേരുണ്ട്. അപ്പോൾ അവരുടെ നേച്ചർ ഒരു ഡിഫറെൻറ്റ് നേച്ചറാണ്. വീട്ടിൽ പട്ടിണി ഇരുന്നാലും ഒരു ഗസ്റ്റ് വീട്ടിൽ ചെന്നാൽ കേക്ക് കൊടുക്കും, കാപ്പി കൊടുക്കും, സന്തോഷമായിട്ട് കൊടുക്കും. ആ ഒരു രീതിയാണ്. അതുകൊണ്ട് അവരെല്ലാം വലിയ വെൽ ഓഫ് ആണെന്നോ ഒന്നുമില്ല. ഇംഗ്ലീഷ് സംസാരിക്കും. അവർ പണ്ടൊക്കെ ടീച്ചേഴ്സും സ്റ്റെനോഗ്രാഫേഴ്സും ഒക്കെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുമായിരുന്നു. ഇപ്പോൾ അവർക്ക് ജോലി സാധ്യത കുറഞ്ഞു. റെയിൽവേയിൽ നല്ലൊരു സ്റ്റാഫ് ആംഗ്ലോ ഇന്ത്യൻസ് ആയിരുന്നു. അപ്പോൾ അവർക്കുള്ള ജോലി സാധ്യത കുറഞ്ഞു. അപ്പോൾ ഞങ്ങളതിൻ്റെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ. കാരണം ഈ റിസർവേഷനൊക്കെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളും ഒക്കെ വേണ്ടി വരും. ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിലുള്ള ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവരുടെ പോപ്പുലേഷൻ വളരെ കുറഞ്ഞു വരികയാണ്. അവർ വളരെ കുറഞ്ഞു വരികയാണ്. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഇപ്പം CSIയിൽ ലാറ്റിൻ കാത്തലിക്സ് ഉണ്ട്. ഇപ്പം ലാറ്റിൻ കാത്തലിക്സ് കേരളത്തിൽ കൂടുതലുള്ളത്. അവർ മറ്റുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നുണ്ട്. കല്യാണം കഴിച്ചാൽ പിന്നെ പതിന്ന് പുതുക്കി അങ്ങ് മാറുകയാണ്. കാരണം പെൺകുട്ടികളെ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ആ കല്യാണം കഴിച്ച് പോകുന്ന ഫാമിലിയിൽ ആ ഗ്രൂപ്പിൽ പെടും. അപ്പോൾ അങ്ങനെ നമ്പർ കുറയുന്നുണ്ട്. അവർക്ക് അവരുടേതായ ഒരു സ്റ്റാൻഡേർഡ് ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നങ്ങളൊക്കെ ധാരാളമുണ്ട്. പിന്നെ കനാനായക്കാർക്ക് അവർക്കൊക്കെ അവരുടെ വ്യത്യസ്തമായ പ്രശ്നമാണ്. അവരുടെ കമ്മ്യൂണിറ്റി മാത്രം കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഇതുണ്ട്. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അവരുടെ നിവേദനങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചില നിവേദനങ്ങൾ ഇങ്ങനെ സർക്കാരിനോട് വേണ്ടത് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ഈ ബിഷപ്പുമാരുടെ സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞാൽ ലാറ്റിൻ കമ്മ്യൂണിറ്റി ആണെന്നുള്ള അതൊന്ന് വിശദീകരിക്കാം. അത് വിശദീകരിക്കാം. അതായത് ഈ നമ്മൾ പറയുന്ന പോലുള്ള ജനറൽ ഓർഡറൊന്നും അല്ലത്. അവിടെ നാടാമാർ ക്രിസ്ത്യാനികളായവരുണ്ട്. അവർ CSI ചർച്ചിൽ ചേർന്നവരുണ്ട്. അവർ SUC എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക ഇതിൽ വരുന്നുണ്ട്. നാടാർ ക്രിസ്ത്യൻസിന് ഒരു റിസർവേഷനുണ്ട്. നാടാർ കമ്മ്യൂണിക്കായിരുന്നു റിലേഷൻ. അവിടുത്തെ ഒരു പ്രത്യേക രീതിയാണ്. കാരണം നാടാർ ക്രിസ്ത്യൻസിൻ്റെ കല്യാണം എന്ന് പറയുന്നത് ഞാൻ പോയിട്ടുണ്ട്. ഇവർ പോകുന്ന വഴിക്ക് ആദ്യം അമ്പലത്തിൻ്റെ ഭാഗത്ത് ചെന്നിട്ട് ഇത് ഇടും, മാലയിടും. എന്നിട്ട് പള്ളിയിൽ പോയി കല്യാണം കഴിക്കും. സദ്യ നമുക്ക് ഹിന്ദു സമുദായത്തിലെ പോലുള്ള വെയിറ്റുകാരൻ സദ്യയാണ്. അങ്ങനെ അവർ നാടാർ ക്രിസ്ത്യൻസിൻ്റെ കമ്മ്യൂണിറ്റി ആ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ നാടാർ ഒരു ഹിന്ദു നാടാറിൻ്റെ ഇപ്പോൾ ഈ ജാതി ഹിന്ദു നാടാറുടെ ഒരു പ്രശ്നങ്ങൾ വന്നു. ജസ്റ്റിസ് രാധാകൃഷ്ണൻ്റെ ഒരു ഡിസിഷൻ വന്നു. ഈ നാടാർ കമ്മ്യൂണിറ്റിക്കുള്ള ഇത് ക്രിസ്ത്യൻസിനും ഹിന്ദു നാടാർസിനും സെപ്പറേറ്റ് ആക്കണമെന്ന്. അതിനെ തുടർന്ന് ഇത് സെപ്പറേറ്റ് ആക്കി. ഹിന്ദു നാടാർക്കും ക്രിസ്ത്യൻ നാടാർക്കും സെപ്പറേറ്റ് റിസർവേഷനാക്കി. അതിൽ ക്രിസ്ത്യൻ നാടാർക്കുള്ള റിസർവേഷൻ തീരെ കുറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് റിസർവേഷൻ കൊണ്ട് വലിയ ബെനിഫിറ്റ് കിട്ടാതായി. ലത്തീൻ കത്തോലിക്കർക്ക് ഒരു റിസർവേഷനുണ്ട്. ഈ നാടാന്മാർ CSI ചർച്ചിലും ലത്തീൻ സഭയിലും ചേർന്നവരുണ്ട്. അവർ ലത്തീൻ കത്തോലിക്കർക്ക് ഈ ലത്തീൻ സഭയിലുള്ളവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ലത്തീൻ സഭയുടെ ബെനിഫിറ്റ് മതി എന്ന് പറഞ്ഞ് അവർ ലാറ്റിൻ കാത്തലിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ വില്ലേജ് ഓഫീസർമാരത് റിഫ്യൂസ് ചെയ്യാൻ തുടങ്ങി. കാരണം നിങ്ങൾ 47 നിങ്ങളുടെ അപ്പന്മാർ നാടാർ ക്രിസ്ത്യൻസ് എന്നും പറഞ്ഞുകൊണ്ടാണ് ക്ലെയിം ചെയ്തിരുന്നത്. ഇപ്പം നിങ്ങൾ ലത്തീൻ കത്തോലിക്കരെന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ക്ലാരിഫൈ ചെയ്യായിരുന്നു ചെയ്ത്. കാരണം അവരന്നും ലത്തീൻ കത്തോലിക്കരാം. പക്ഷെങ്കിൽ അവർ നാടാർന്നുള്ള ക്ലെയിം ചെയ്തത്. ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ലത്തീൻ കത്തോലിക്കരായ അന്ന് മുതലേ ആണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് അത് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ തലമുറയുടെ പിന്തലമുറക്കാരാണ്. ആ ഒരു ഡിഫിക്കൽട്ടി ക്ലാരിഫൈ ചെയ്യാണ് വരുന്നത്. അത് ഇപ്പോൾ ഇംപ്ലിമെന്റേഷനിൽ വന്നു. അത് റെക്കമെൻഡേഷന് വന്നിട്ടുണ്ട്. അത് സർക്കാർ ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം. സർക്കാർ കൺസിഡർ ചെയ്തിട്ട് ചെയ്യാമെന്നൊക്കെയാണ് പറയുന്നത്. സർക്കാർ പറയുന്നത് നടപ്പാക്കുക. കാരണം ഒരു കമ്മ്യൂണിറ്റിപ്പെട്ട ഒരു ബിഷപ്പാണ് ആധികാരികമായിട്ട് അത് തീരുമാനിക്കേണ്ടത്. പിന്നെ ലീഡർഷിപ്പിൻ്റെ കുഴപ്പം എല്ലായിടത്തും ഉണ്ട്. ഇപ്പം നമ്മൾ പറയാം ദളിത് ക്രൈസ്തവർക്ക് റിസർവേഷൻ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഒരാൾക്ക് പോലും ജോലി കിട്ടിയിട്ടില്ല സർക്കാരിൽ.
കാരണം വളരെ താഴ്ന്ന രീതിയിലുള്ള റിസർവേഷനാണ് ഉള്ളത്. പക്ഷെ അത് കൂട്ടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളത് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കാരിനോട് നിയമം ആവശ്യമുള്ള സംഗതികളാണ്. അത് യൂണിയൻ ഗവൺമെന്റ് വിചാരിക്കണ്ടേ അത് അങ്ങനെ ഒരു നിയമം മാറ്റണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ഒരു വിധിക്കകത്ത് പറഞ്ഞു മതമല്ല കാരണം, ജനിച്ച സമയത്ത് ജാതിയാണ് കാരണമെന്ന് പറഞ്ഞു. അത് വെച്ച് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ അത് സർക്കാരിന് വേണമെങ്കിൽ ചെയ്യാം, അത് നിയമം പാസ്സാക്കണം. കാരണം നമ്മുടെ സർക്കാരാണ് ഈ പ്രപ്പോർഷനേറ്റൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം ദളിത് ക്രൈസ്തവർക്ക് അവരുടെ ഇത് അവർ പറയണത് ഞങ്ങൾ ജാതി മതം മാറിയെങ്കിലും ഞങ്ങളുടെ ജാതിയൊന്നും മാറിയിട്ടില്ല, ഞങ്ങളുടെ ജാത്യാചാരങ്ങൾ ഇപ്പോഴും ഞങ്ങൾ നടത്തുന്നുണ്ടെന്നാണ്. അത് കൺസിഡർ ചെയ്തിട്ട് സർക്കാർ ചെയ്യേണ്ട നടപടിയാണ്. അവരുടെ ഇത് പറഞ്ഞുകൊണ്ട് ഏതായാലും ഒരു കാര്യം, അവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഒത്തിരി പേർക്ക് വീടില്ല, മിക്കവാറും പേർക്ക് വീടില്ല. പിന്നെ ഈ പലരും താൽക്കാലിക ഇതിനു വേണ്ടി പെന്തക്കോസ്ത്, രക്ഷാസൈനി ഇങ്ങനെയൊക്കെയുള്ളതിലൊക്കെ ചേർന്ന കാലത്താണ്. ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് അവർക്ക് ബെനിഫിറ്റ്സൊക്കെ കിട്ടി അവരവിടെ നിന്ന് മാറാൻ പറ്റാത്തൊരു രീതിയിൽ വന്നിട്ടുണ്ട്. പലരും ദളിത് ക്രൈസ്തവർ റീകൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ പറയുന്നൊരു ഇതാണ്, ദളിത് ക്രൈസ്തവ എന്നാൽ കിട്ടത്തില്ല, റീകൺവേർട്ട് ചെയ്താൽ കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ, അവരുടെ ജാതി മാറിയിട്ടില്ല എന്നുള്ളതാണ്. സാർ, അത് പറയുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ തന്നെ ഈ ദളിത് ക്രിസ്ത്യൻസിനെ ഒരിക്കലും തങ്ങളിൽ ഒരാളായിട്ട് ഈ സോക്കോൾഡ് അപ്പർ കാസ്റ്റ് ക്രിസ്ത്യൻസ് കണ്ടിട്ടില്ല. ഇപ്പോഴും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്ത കാരണം നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന പഴയ ചിന്താഗതികൾ ധാരാളമുണ്ട്. ഇത് മാത്രമല്ല, ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിക്കുക നമ്മുടെ ഈക്വൽ സ്റ്റാറ്റസ് ഉള്ളവരെങ്കിലും നമ്മൾ നോക്കും. അവിടെ ഈക്വൽ സ്റ്റാറ്റസ് ഉണ്ടോ നോക്കും. അത് ഇപ്പം ഒരു ദളിത് പയ്യൻ IAS ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിക്കാൻ ആൾ കാണും. അപ്പോൾ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സോഷ്യൽ സ്റ്റാറ്റസ്, എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ്, സാമ്പത്തിക സ്ഥിതി ഒക്കെയുള്ള കാര്യങ്ങൾ നോക്കും. അപ്പോൾ അതെല്ലാം കൂടെ നോക്കിയിട്ട് ഇപ്പം എൻ്റെ ഒരു മോളെ കല്യാണം കഴിപ്പിക്കണമെങ്കിൽ ഞാൻ നോക്കുന്ന വലിയ വ്യത്യാസങ്ങൾ, ആചാരങ്ങളില്ലാത്തൊരു ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൽ തന്നെ വലിയ വ്യത്യാസങ്ങളില്ലാത്തൊരാളെ കിട്ടിയാൽ അവർക്ക് ഭാവിയിൽ പ്രശ്നങ്ങൾ വരും. കാരണം അവർക്കൊക്കെ ചെറുപ്പത്തിൽ കല്യാണം കഴിക്കുമ്പോൾ ഉള്ള ചില ശുശ്രൂഷകളെക്കുറിച്ചൊക്കെ ചില കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസപ്പെട്ടാൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ വിദേശങ്ങളിലൊക്കെ പോയാൽ പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ വരും, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ വരും. ഏതായാലും ഞങ്ങളുടെ റെക്കമെൻഡേഷൻ പറഞ്ഞിട്ട് നിങ്ങൾ ദളിത് ക്രിസ്ത്യവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിലും കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്രൈസ്തവ സ്ഥാപനങ്ങളിലും ദളിത് പരിവർത്തിത ക്രിസ്ത്യാനികൾക്ക് സംവരണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. CSI സഭയിൽ ഒരു ചെറിയ സംവരണം കൊടുത്തിട്ടുണ്ട്. ഈ ദളിത് ക്രിസ്ത്യൻസിന്റെ സ്റ്റാറ്റസ് ഉയരണമെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൂടി വിചാരിക്കണ്ടേ? ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒത്തിരി വിചാരിക്കുന്നുണ്ട്. കാരണം ഇപ്പം ഞാൻ ഓർത്തഡോക്സ് വിഭാഗത്തില്ല, ഞങ്ങളങ്ങനെ ആദ്യം പേരെ ദളിതുമാരെ ക്രിസ്ത്യാനികളാക്കിയിട്ടില്ല. പിന്നെ കത്തോലിക്ക സഭയിൽ ധാരാളം പേരുണ്ട്. CSIയിൽ പെന്തക്കോസ്ത് സഭകളിലൊക്കെയാണത് കൂടുതലുമുള്ളത്. പെന്തക്കോസ്ത് സഭകളിൽ അവർ പ്രസംഗിക്കാൻ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കത്തോലിക്ക സഭയിലൊക്കെ ആ ഈക്വലായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കൊടുക്കാനായിട്ട് ബിഷപ്പന്മാർ പറഞ്ഞാൽ നാട്ടുകാരത് സമ്മതിക്കുന്നില്ല. പക്ഷെ അവരുടെ സ്ഥാപനങ്ങളിലൊക്കെ ചിലയിടത്തൊക്കെ അവർക്ക് ജോലിക്ക് മുൻഗണന കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പറച്ചിൽ മാത്രമേ ഉള്ളൂ, കിട്ടുന്നില്ല. അത് കൊടുക്കണമെന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അവർക്കും പറയാം, നിങ്ങളും കൂടെ കൊടുക്കണമെങ്കിൽ അല്ലാതെ സർക്കാരിനോട് കൊടുക്കാൻ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിന്ദു ദളിത് സംഘടനകളുടെ പരാതി എന്ന് പറഞ്ഞാൽ ഈ SC ST ക്കുള്ള ബെനിഫിറ്റ് കൂടുതലും ഈ കൺവേർട്ടഡ് ക്രിസ്ത്യൻസിനാണ് ലഭിക്കുന്നതെന്നുള്ളതാണ്. കാരണം ഇവർ പിന്നെ ഇത് ജാതി ഇത് കൺവേർഷൻ റിലീജിയൻ മാറുന്നില്ല, പക്ഷേ ഇതിലേക്ക് ക്രിസ്ത്യൻ ആയിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഈ അഡ്മിഷൻ ആയാലും എല്ലാ കാര്യത്തിലും ഇവരെ ഗൈഡ് ചെയ്യാൻ ചർച്ചുണ്ട്. മറ്റേ ഈ ഒറിജിനൽ SC ST ആൾക്കാർക്ക് ഈ ഹിന്ദുസിലുള്ളവരെ ഗൈഡ് ചെയ്യാൻ ആളില്ല. അപ്പോൾ അവർക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നില്ല. അതെല്ലാം ഈ കൺവേർട്ടഡ് ക്രിസ്ത്യൻസിനാണ് കിട്ടുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് ഈ ഫോറിൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് SC ST കോർപ്പറേഷൻ്റെ 25 ലക്ഷം ലോണുണ്ട്. അങ്ങനെ പോയ ആൾക്കാരുടെ ലിസ്റ്റ് എടുത്തപ്പോൾ അതിൽ കൂടുതൽ പോയിട്ടുള്ളത് ഈ കൺവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ സാർ? അതിൽ കൂടുതലുള്ളത് വെച്ചാൽ ഈ കടം വാങ്ങിക്കുന്നതിന് ഈട് കൊടുക്കണം. ഈട് കൊടുക്കാൻ അവരുടെ കാണത്തില്ല. അതൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ റിസർവേഷൻ 6 കൊല്ലമായിട്ട് കൺവേർട്ടഡ് ദളിത് SCക്കാർക്ക് ഒറ്റ വോട്ടും ഗവൺമെൻറ് കിട്ടിയിട്ടില്ല. അത് കൂടെ കിട്ടുന്നത് ദളിതന്മാർക്കാണ്. ഈ കൺവേർട്ട് പിന്നെ റിലീജിയൻ ചേഞ്ച് ചെയ്തിട്ട്
ബെനിഫിറ്റിന് വേണ്ടി മാത്രം ഹിന്ദു SC ST ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർ ആണെന്നാണ് പറയുന്നത്. കാണുന്നുണ്ട്. അതിപ്പം നമ്മുടെ ഓരോ രീതിയിലാണ്. കാരണം ഇത് മാത്രമല്ല, മദ്രാസ് ഹൈക്കോടതിയിലൊരു ജഡ്ജി ഉണ്ടായിരുന്നു. അവർ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് റിട്ടയർ ചെയ്തു. അവർ ഓപ്പണായിട്ട് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, പക്ഷേ ഞാൻ എൻ്റെ ജാതിയോ മതമോ മാറുന്നില്ല, ഞാൻ ക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നത്, ഞാൻ എൻ്റെ ജാതിയോ മതമോ മാറുന്നില്ല, ഞാൻ ഹിന്ദു മതത്തിൽ തന്നെ ഇരിക്കുന്നു, ഞാൻ അമ്പലത്തിലും പോകും, ഞാൻ പക്ഷേ ക്രിസ്തു എൻ്റെ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ ഓപ്പണായിട്ട് പറഞ്ഞു. ഈവൻ ഈ MP-മാരുടെ MLA മാരുടെ കാര്യത്തിൽ പോലും ഇത്തരം കംപ്ലൈൻറ്റും കേസും ഉണ്ടായിട്ടുണ്ട്. കേസ് ഉണ്ടായിട്ടുണ്ട്, പരിശോധിക്കുന്നുണ്ട്. പക്ഷെ അവർ മതം മാറി ബാപ്റ്റിസ് ചെയ്യാത്തവരായിരിക്കും. ബാപ്റ്റിസം ഇല്ലാത്തവർ ക്രിസ്ത്യൻസ് ആകത്തില്ല. ഇപ്പം ഞാൻ ഇപ്പം തന്നെ നമ്മളിപ്പം പറയാം, ഇപ്പം ഈ ഗണേഷ് കുമാറിൻ്റെ വൈഫ് പറഞ്ഞു, ഞാൻ ക്രിസ്തു വിശ്വസിക്കുന്നു. ഒരാൾ ക്രിസ്തു ആക്ച്വലി പറഞ്ഞത് മതം മാറണമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിന് സുരക്ഷിത കൂടുതൽ മതം മാറണമെന്നില്ല, മാനസികമായ വ്യതിയാനങ്ങളാണ് ആവശ്യപ്പെടുന്നത്. കാരണം പണ്ട് കാലത്തുണ്ടായിരുന്നതിൽ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, അത് മാറിയിട്ട് സ്നേഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക, സ്നേഹത്തിൻ്റെ സുവിശേഷമാണ് പറഞ്ഞത്. അത് മതം മാറണമെന്നും അതിൻ്റെ ആരും പറഞ്ഞിട്ടില്ല. ക്രിസ്തുവിന് ശേഷം ശിഷ്യന്മാരുടെ കാലത്താണ് ഇങ്ങനൊരു മതമൊക്കെയായിട്ട് മാറുന്നതല്ലേ. ഒരു ഹിന്ദു ദളിത് കൺവേർഷൻ നടക്കുമ്പോൾ സാധാരണ അവർ പെന്തക്കോസ്ത് സഭയിലാണ് ഈ കൺവേർഷൻ അധികം കണ്ടുവരുന്നത്. ഓർത്തഡോക്സ് സഭയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ ഒരു ദളിതിന്? ചിലർ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സ്ലീബാദാസ സമൂഹം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഗ്രൂപ്പുണ്ട്. അവർ കുറച്ചുപേരെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ നാട്ടിൽ 16 വീട്ടുകാരെ സ്ലീബാദാസ സമൂഹം ഓർത്തഡോക്സ് സഭയിലോട്ട് കൺവേർട്ട് ചെയ്തു. ആ 16 വീട്ടുകാർക്ക് വീട് വെച്ച് കൊടുത്തു. പക്ഷെ വീട് വെച്ച് കൊടുത്തിട്ട് ജോലി കിട്ടാൻ വേണ്ടി ആ 16 വീട്ടുകാരുടെ 6 വീട്ടുകാർ തിരിച്ച് ഹിന്ദുക്കളായിട്ട് പോയി. പിന്നെ ഈക്വൽ സ്റ്റാറ്റസ് പ്രസംഗിക്കാനൊക്കെ ഈക്വൽ സ്റ്റാറ്റസ് കിട്ടാനായിട്ട് 3-4 വീട്ടുകാർ പെന്തക്കോസ്തിലോട്ട് മാറി. കാരണം അവർക്ക് അവരുടെ പള്ളി പ്രസംഗിക്കാനൊക്കെ ചാൻസ് കിട്ടും. ഇവിടെ അത് കിട്ടുന്നില്ല. ഇവിടെ ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം BD-യും ഡോക്ടറേറ്റും ഒക്കെയുള്ള ഇഷ്ടം പോലെ അച്ഛന്മാരുണ്ട്. എനിക്ക് പോലും പ്രസംഗിക്കാൻ ചാൻസ് കിട്ടത്തില്ല ഇവിടെ. അപ്പം അത് ഇവർക്ക് മറ്റുള്ളവരോട് പ്രസംഗിച്ച് ഇത് നടക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഈ സ്ത്രീകളെക്കാട്ടിലും കൂടുതൽ മുൻഗണന എല്ലാ സമൂഹത്തിലും പുരുഷന്മാർക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ ഒത്തിരി കുറേശ്ശായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഒരു കാലത്ത് ഇപ്പം ചില സഭകളിലൊക്കെ ക്രിസ്ത്യൻ ബിഷപ്പന്മാർ, ലേഡി ബിഷപ്പന്മാർ വന്നിട്ടുണ്ട്. അതിങ്ങനെ കുറേശ്ശായിട്ട് മാറും. കാരണം ഈ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. കാരണം പരസ്പരം റെക്കഗ്നൈസ് ചെയ്യുകയും ഇൻഡിവിജ്വാലിറ്റിയെ ബഹുമാനിക്കുകയും വേണ്ട കാലം വരും. അത് തീർച്ചയായിട്ടും ഉണ്ടാകും. അധികം താമസിയാതെ കോളേജുകളിൽ പുതിയ കോഴ്സ് അനുവദിക്കുന്നതിൽ ക്രിസ്ത്യൻ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിക്കുന്നില്ല എന്നൊരു വലിയ പരാതിയുണ്ട്. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസ്ത്യൻ ഇത് മാത്രമായിട്ടുള്ളൂ. അത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകൾ മാത്രമാണ്. ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകളാണ് ഈ തീരപ്രദേശത്തൊക്കെ ഉള്ളത്. അവരുടെ പരാതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ വേണം. അങ്ങനെയുള്ള കോഴ്സുകൾ അനുവദിച്ചില്ലെങ്കിൽ നമ്പർ കുറഞ്ഞാൽ വേറെ പല യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ പല ബെനിഫിറ്റുകളെ സ്വാശ്രയ കോളേജാക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ വരും നമ്പരില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ അക്വിനാസ് കോളേജുണ്ട്, സെൻറ്റ് മൈക്കിൾസ് കോളേജുണ്ട്. ഇവിടെയൊക്കെ പഴയ കോഴ്സുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ സമയത്ത് ഞങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് അനുബന്ധമായിട്ട് മത്സ്യബന്ധനത്തിനുള്ള കോഴ്സുകളെ, മത്സ്യം സംസ്കരിച്ച് എക്സ്പോർട്ട് ചെയ്യാനുള്ള കോഴ്സുകൾ, ഇങ്ങനെയൊക്കെയുള്ള യൂസ്ഫുള്ളായിട്ടുള്ള കോഴ്സുകൾ ധാരാളം ഉണ്ടാക്കാം. അങ്ങനെയുള്ള കോഴ്സുകൾ ഉണ്ടാക്കണം. ആ കോഴ്സുകളൊക്കെ ഇല്ലാതെ ഇപ്പം പഴയതുപോലെ BSc ഫിസിക്സ് കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ല, കെമിസ്റ്റായിട്ട് എത്ര പേർക്ക് പോകാൻ പറ്റും? ഞാൻ കെമിസ്ട്രി BSc. അല്ല, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ വിവേചനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ മൈൻഡ് അപ്ലൈ ചെയ്യുന്നില്ല. ഒന്നാമത് പ്രത്യേകിച്ച് MG യൂണിവേഴ്സിറ്റിയിൽ പുതിയ കോഴ്സുകൾ കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കേരള യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. ആ യൂണിവേഴ്സിറ്റിയിലെയും കൂടെ പ്രശ്നങ്ങളാണ്. MG യൂണിവേഴ്സിറ്റിയിൽ പിന്നെ ഈ സംഘടനകളാണ്, യൂണിയനുകളാണ് തീരുമാനിക്കുന്നത്. കൂടുതലും വൈസ് ചാൻസലർക്ക് പോലും വലിയ കാര്യമൊന്നുമില്ല. വൈസ് ചാൻസലർ എന്നൊക്കെ പേരാണ്. കാരണം സിൻഡിക്കേറ്റ് കൂടി വോട്ട് ഓടി ഇലക്ഷൻ, എല്ലാ രാഷ്ട്രീയമാണല്ലോ കൂടുതലുള്ളത്. ഇന്ന രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാ രാഷ്ട്രീയമാണ്.
കോളേജുകൾക്കൊക്കെ ഓട്ടോണമസ് സ്റ്റേറ്റസ് കിട്ടുന്നതിൽ അതിലും ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നുണ്ടോ ഈ നമ്മളെ ക്രിസ്ത്യൻ കോളേജസിന്റെ കാര്യം വരുമ്പോൾ? ഇപ്പോൾ ഓട്ടോണമസിന് കിട്ടുന്നില്ല, പക്ഷെ നമ്പർ കിട്ടുന്നില്ല. നമ്പർ ഉള്ളിടത്തെല്ലാം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് കോട്ടയത്ത് ബസിലിയസ് കോളേജിന് കൊടുത്തു. പിന്നെ ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ ആലുവയിലെ UC കോളേജ്, പഴയ കോളേജും നമ്പർ ധാരാളമുണ്ട്. അവിടെ ഓട്ടോണമസ് ആയിട്ട് കൊടുക്കുന്നതിന് സ്റ്റുഡൻസ് തന്നെ ബഹളം വെച്ചു. ഇന്ന യൂണിയനൊന്നും ഒന്നും പ്രശ്നമില്ല, ഇന്ന പാർട്ടിന്നൊന്നും ഒന്നുമില്ല. ഇപ്പം ആലുവയിലെ പ്രിൻസിപ്പലിനെ കരിയോയിൽ അയച്ചു. അത് KSU എന്നാണ് കരിയോയിൽ അയച്ചേക്കുന്നത്. ഇതൊക്കെ തെറ്റായ പ്രവണതയാണ്. കാരണം അധ്യാപകർക്ക് പഠിപ്പിക്കാനായിട്ട് സൗകര്യം ഉണ്ടാക്കിയെങ്കിലേ പറ്റൂ. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമുക്ക് ഇഷ്ടംപോലെ ഫോറമുണ്ട്. ഈ മൈനോറിറ്റി എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളാണ് ഈ ന്യൂനപക്ഷത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പിടിച്ചെടുക്കുന്നത് തോന്നുന്നു. ക്രിസ്ത്യൻ ക്രൈസ്തവർ അവർക്ക് ബാർഗെയിനിങ് കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻസ് പല ഡിനോമിനേഷനായിട്ട് കഴിഞ്ഞ് പല രീതിയിലാണ് പോണേ. അവർക്ക് ബാർഗെയിനിങ് കപ്പാസിറ്റി ഉണ്ട്, നമ്പറുണ്ട്, 26 പേരുണ്ട്. അപ്പോൾ അവരെന്തെങ്കിലും ക്ലെയിം ചെയ്താൽ സർക്കാർ അത് ഗവനിക്കാതിരിക്കാൻ പറ്റത്തില്ല. ക്രിസ്ത്യൻസ് ഇപ്പം തന്നെ ഓരോ സഭയിലും ഓരോ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണും. അതിൽ തന്നെ പിന്നെയും വ്യത്യാസങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഓർത്തഡോക്സും യാക്കോബായും തമ്മിൽ ഒരു സഭയായിരുന്നു, ഇപ്പോൾ രണ്ടായിട്ട് വന്നിട്ട് കേസും വഴക്ക് നടക്കുന്നില്ല. സീറോ മലബാർ സഭയെ വഴക്കുന്നുണ്ട്. എല്ലായിടത്തും വ്യത്യസ്തമായ രീതികളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഒരു ഐക്യമില്ലാതെ പോകുന്നതുകൊണ്ട് ഒരു മൈനോറിറ്റി ക്ലെയിം അങ്ങനെ പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പോലെ കുറച്ചുകൂടി ഐക്യം അല്ലെങ്കിൽ ഒരു സിംഗിൾ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ബാർഗെയിനിങ് ഇതില്ല. ബാർഗെയിനിങ് ആയിട്ട് ഒരു സ്ട്രെങ്ത് വളരെ കുറവാണ്. ഈ വലിയ പത്രപ്രസ്താവന നടത്താമെന്നുള്ളതല്ലാതെ റിയൽ ബാർഗെയിനിങ് ഇത് ഇല്ല. അത് വേറൊരു പ്രശ്നമാണ്. ഇപ്പം തന്നെ വേറൊരു വലിയ പ്രശ്നം പട്ടയത്തിൻ്റെ പ്രശ്നമാണ്. തീരദേശത്ത് ആൾക്കാരെ കുടിയൊഴിപ്പിക്കുകയാണ്. അവർക്ക് 3 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? 3 ലക്ഷം രൂപ കൊടുത്ത സ്ഥലം കിട്ടുമോ? വീട് വെക്കണം. ഇപ്പം തിരുവനന്തപുരത്തെ മാത്രം എടുത്ത് നോക്കാം. അവർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് തുമ്പ. അവരൊഴിഞ്ഞു, കോമ്പൻസേഷൻ കിട്ടി, അവർ പോയി. അത് കഴിഞ്ഞിട്ട് എയർപോർട്ട്, ഡിഫൻസിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പിന്നെ ഇപ്പം തുറമുഖം, ഇതെല്ലാം വന്ന് അവർ അവിടെ നിന്നെല്ലാം കുടിയൊഴിപ്പിക്കുന്നു. അതുകൂടാതെ ഇപ്പം തീരദേശത്തു നിന്ന് എല്ലാവരും മാറി താമസിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും ഒഴിപ്പിക്കാം. അപ്പോൾ അവർ തിരുവനന്തപുരത്തെങ്ങാനും ഒരു സ്ഥലം വാങ്ങിക്കുകയാണെങ്കിൽ 1 സെൻറ്റ് സ്ഥലത്തിന് 3 ലക്ഷം രൂപയിലും കിട്ടും. ആകെ 3 ലക്ഷം രൂപ വെച്ച് നിങ്ങളിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ വന്ന് പിന്നെ ഉള്ളവർക്ക് വീട് വെക്കാൻ പിന്നെ പട്ടയം കിട്ടുന്നില്ല. അല്ലാതെങ്കിലും വാങ്ങിച്ച് ഇവിടെ മുകളിൽ പട്ടയം കിട്ടുന്നില്ല. അതൊക്കെ അവരുടെ ഒരു വലിയ പ്രശ്നങ്ങളാണ്. കുട്ടനാട്ടിലോ പ്രശ്നങ്ങളുണ്ട്. കുട്ടനാട്ടിലൊക്കെ പണ്ട് പിന്നെ കൃഷി ചെയ്ത് നമ്മൾ തന്നെ കൊയ്ത്തെടുത്ത് വരികയായിരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ കൊയ്ത്ത് മെതിക്കാനുമായിട്ടൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അത് ഇച്ചിരി ഉയർന്ന സ്ഥലമായിരിക്കും. ഇപ്പം ഈ മെതിയന്ത്രവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉയർന്ന സ്ഥലത്ത് വീടുകൾ വെച്ചു. പക്ഷെ വീടിന് പട്ടയമില്ല. ഇപ്പം ചമ്പക്കുളത്തൊരു പള്ളിയുണ്ട്, പഴയ പള്ളിയാണ്, 200-300 കൊല്ലം പഴക്കമുള്ള പള്ളിയാണ്. അവിടെ 100 കൊല്ലം പഴക്കമുള്ള സ്കൂളുണ്ട്, അത് എയ്ഡഡാക്കിയിട്ടുണ്ട്. അവിടെ ഹയർ സെക്കൻഡറി ആക്കി. നാനാജാതി കുട്ടനാട്ടിലെ ഏറ്റവും വലിയ സ്കൂളത്. പക്ഷെ അവർക്ക് പട്ടയമില്ല. പട്ടയമില്ലാത്തതുകൊണ്ട് നല്ലൊരു കെട്ടിടം വെക്കാനോ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യാനോ പറ്റുന്നില്ല. അപ്പോൾ പട്ടയം ആവശ്യമുള്ളവർക്ക് പ്രത്യേകിച്ച് കൈവശം ഇരിക്കുന്ന പൊതു ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനെങ്കിലും പട്ടയം കൊടുക്കണം. അത് ഞങ്ങളുടെ റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ തീരദേശത്തൊക്കെ ഉള്ളവർക്ക് നീന്തൽ പരിശീലനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവർക്കതിന് പ്രത്യേക കഴിവാണ്. ദേ ആർ ട്രെയിൻഡ് ആൻഡ് ജീൻ അനുസരിച്ച് തന്നെ അതിന് മാറിയിട്ടുണ്ട് അവർക്ക്. പിന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ മുസ്ലിംസ് നടത്തുന്ന യത്തീം ഖാനയിലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതേ സ്കോളർഷിപ്പ് ക്രിസ്ത്യൻസിന്റെ ഓർഫനേജസിലും കൊടുക്കണമെന്നൊരു റെക്കമെൻഡേഷൻ. സ്കോളർഷിപ്പ് അത് കൊടുക്കുകയെന്ന് വെച്ചാൽ റേഷൻ എണ്ണം അനുസരിച്ച് കൊടുക്കണം.
ഓരോ വ്യത്യാസമൊന്നും പാടില്ലാതെ ഓർഫനേജിലും ഒക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് എണ്ണം അനുസരിച്ച് കൊടുക്കണം. അല്ല, ഇപ്പൊ ഓർഫനേജിലെ കുട്ടികൾക്ക് ആ യതീംഖാനയിലെ കുട്ടികളുടെ സ്കോളർഷിപ്പ് കിട്ടുന്നില്ല എന്നാണോ ഇപ്പോൾ? കിട്ടുന്നില്ല എന്ന് ചിലയിടത്ത് കംപ്ലൈൻ്റ് ഉണ്ട്, ചിലയിടത്ത് കംപ്ലൈൻ്റ് ഉണ്ട്. എണ്ണം അനുസരിച്ച് റേഷൻ പോലും കിട്ടുന്നില്ല എന്ന് കംപ്ലൈൻ്റ് ഉണ്ട്. അത് യതീംഖാനയിൽ കിട്ടുന്നുണ്ട്, ഇവിടെ കിട്ടുന്നില്ല അവർക്ക് എന്നാണ്. കിട്ടുന്നില്ല എന്നുള്ളത് കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ ഈ ഓർഫനേജ് സംബന്ധിച്ച് കംപ്ലൈൻറ്റുകൾ പലതുണ്ട്. ഈ മുസ്ലിം ഓർഫനേജുകളെ കുറിച്ച് ആർക്കും പോയി പരിശോധിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു സ്ത്രീകൾക്ക് നടത്തുന്ന ഒരു കോൺവെൻറ്റിൽ മറ്റുള്ള സമുദായത്തിൽ നിന്ന് ആർക്കും പോയി പരിശോധിക്കാനോ ഒക്കെ പറ്റുന്നില്ല. ഇന്ന് ക്രിസ്ത്യൻ സമുദായത്തിൽ അങ്ങനെ എല്ലാവർക്കും വേണമെങ്കിലും കയറാം. പള്ളിയിലാണെങ്കിലും ആർക്കും വേണമെങ്കിലും ഇപ്പോൾ പള്ളി വന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ക്രിസ്ത്യാനിക്ക് മാത്രം എല്ലാവർക്കും വേണമെങ്കിലും പോയി പ്രാർത്ഥിക്കാം. എത്രയോ ആൾക്കാരല്ലാതെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പക്ഷേ അമ്പലത്തിൽ ക്രിസ്ത്യാനികൾക്കും പോയി പ്രാർത്ഥിക്കാൻ വന്നാൽ ഒത്തിരി ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളായിട്ട് മാറും. കാരണം പഴയ രീതി മനസ്സിൽ ഉള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ. അപ്പോൾ ഈ ഓരോരോ നാട്ടും പുറത്തും ഓരോ ഭഗവാനെക്കുറിച്ചും ഭഗവതിയെക്കുറിച്ചൊക്കെ പല കഥകളുണ്ട്. ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പോയാൽ കുറേശ്ശെ അങ്ങോട്ട് പോകും മനുഷ്യർ. സർ, ഒരു റെക്കമെൻഡേഷൻ പറഞ്ഞിരിക്കുന്നത് ഈ അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻ കേറ്റഡ് പോലത്തെ ഈ മാർക്ക്, അതിൻ്റെ മാർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള മാർക്ക്, അപ്പോൾ എല്ലാവർക്കും ഒരേ പാസ് പെർസെൻറ്റേജ് വേണം എന്നുള്ളൊരു റെക്കമെൻഡേഷൻ. അത് അങ്ങനെയല്ലേ ഇപ്പം ചില സമുദായങ്ങൾ? അപ്പോൾ അധ്യാപകர்கள் ഈ സെറ്റിലും ഒക്കെയുള്ള വ്യത്യാസങ്ങൾ, സെറ്റ് പരീക്ഷയ്ക്കും അങ്ങനെയൊക്കെയുള്ള ക്വാളിഫയിങ് പരീക്ഷയ്ക്ക് വ്യത്യസ്തമായ മാർക്കാണ്. SC/STക്ക് 40% മതി, ഈഴവർക്ക് OBCക്കാർക്ക് ഇന്നത് മതി, മറ്റാർക്ക് വേറെ പെർസെൻറ്റേജ്. അങ്ങനെ വരുമ്പം ഈ റിസർവേഷൻ തന്നെ ഉള്ളവർക്ക് ജോലി കിട്ടത്തുള്ളൂ. അതിന് മുമ്പ് ഇതിലും കൂടെ ഒരു റിസർവേഷൻ വരുമ്പോഴത്തേക്ക് ഇവരുടെ കഴിവ് തീരെ അവഗണിക്കപ്പെടുന്നു എന്ന് ഒരിതുണ്ട്. അത് മാർക്ക്, ക്വാളിഫയിങ് മാർക്ക് ഒന്നാക്കണം. കാരണം SSLCക്ക് മാർക്ക് എല്ലാവർക്കും ഒന്നുപോലെയല്ലേ, അതുപോലെ ഒന്നാക്കണം. പിന്നെ ജോലിക്ക് റിസർവേഷൻ ആയിക്കോട്ടെ, അതൊരു വേറെ റെക്കമെൻഡേഷനാണ്. ക്വാളിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നല്ലേ? ക്വാളിറ്റി അഫക്റ്റ് ചെയ്യും. നല്ല ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാകും. അത് വേറൊരു പ്രശ്നമുണ്ട്. ക്വാളിറ്റി എന്ന് പറയുന്ന പലതും നോക്കേണ്ട കാര്യമുണ്ട്. സാർ, ഈ റീസെന്റ് ഗവൺമെന്റ് ഈ പെന്തക്കോസ്റ്റൽ ഡിനോമിനേഷൻസിനെ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അത് എത്രമാത്രം ഹെൽപ്പ് ചെയ്യും ഈ പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പ്സിനെ ക്രിസ്ത്യൻ ഡിനോമിനേഷൻ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തല്ലോ കഴിഞ്ഞ? ഇതിപ്പോഴല്ല, 2021 നോട്ടിഫിക്കേഷൻ പാസ്സായിട്ടുണ്ട് പെന്തക്കോസ്തുകാരെ ക്രിസ്ത്യാനിയായിട്ട് കൂട്ടിക്കൊണ്ട്. അത് എത്രമാത്രം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പ്സിന്. EFS ഇപ്പമല്ല, അത് നേരത്തെ തീരുമാനിച്ചാണ്. EFS എക്കണോമിക്കലി ബാക്ക്വേർഡ് ബെനിഫിറ്റ്സ് ആയിട്ട് കിട്ടുമല്ലോ. റിസർവേഷൻ ഇല്ലാത്ത കമ്മ്യൂണിറ്റി, പെന്തക്കോസ്റ്റൽ റിസർവേഷൻ ഇല്ലാത്ത ആൾക്കാർക്കും ഉണ്ട്, അവർക്കും ഇതിനകത്ത് ബെനിഫിറ്റ് കിട്ടും. അത് 2021 തന്നെ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ പാസ്സാക്കിയിട്ടുണ്ട്. ഇപ്പോഴല്ല. പിന്നെ പെന്തക്കോസ്റ്റൽ സഭകളെ, ബ്രദറൻ സഭകളെ, അതിനകത്ത് ബ്രദറൻ സഭകൾക്ക് കൊടുക്കുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പരാതി തന്നു. അപ്പോൾ ഞങ്ങളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ബ്രദർ സഭയല്ല ബ്രദറൻ സഭയാണ് എന്നും പറഞ്ഞുകൊണ്ട്. അല്ല, ഏതായാലും ശരി തന്നെ ഇങ്ങനെ കമ്മീഷൻ ഉണ്ടാക്കി. ഇപ്പോൾ സർക്കാർ കമ്മീഷൻ ഉണ്ടാക്കി. കമ്മീഷൻ്റെ സമയത്ത് നമ്മൾ ചോദിച്ചതിനൊക്കെ മറുപടി തന്നിട്ടുണ്ട്. വളരെ ക്ലിയറായിട്ട് ഓരോന്നിനും തന്നിട്ടുണ്ട്. ഗവൺമെൻറ് സെക്രട്ടറീസ് എല്ലാം കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ജാതിമത ഭേദമന്യേ എല്ലാ ഗവൺമെൻറ് ഓഫീസേഴ്സും കോപ്പറേറ്റ് ചെയ്യും. ചോദിച്ചതൊക്കെ മറുപടി കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എല്ലാ ഫെസിലിറ്റീസും കമ്മീഷന് പ്രവർത്തിക്കാൻ തന്നിട്ടുണ്ട്. കമ്മീഷൻ്റെ എക്സ്പെൻസിനും സ്റ്റാഫിൻ്റെ ശമ്പളമൊക്കെ അതാത് സമയത്ത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം സർക്കാരിന്റെ ഭാഗത്തുള്ള ഒരു അത് സർക്കാരിൻ്റെ ചുമതലയാണ്. അത് നടപ്പാക്കേണ്ടത് അതിന് ബെനിഫിഷ്യറീസ് വേണം അതിന് പ്രഷർ ചെലുത്താനായിട്ട്. കമ്മീഷനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ള ചുമതലയുള്ളൂ. ഞങ്ങൾ പഠിച്ച് ചെയ്ത് ഇത്രയും എഫേർട്ട് എടുത്തിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലെ റെക്കമെൻഡേഷൻസ് ആൾമോസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാന്നല്ലേ? അതെ, ഞങ്ങൾ ചെയ്തു. അത് ചെയ്യേണ്ട ചുമതല സർക്കാരിനാണ്. അത് ചെയ്തില്ലെങ്കിൽ നടപ്പാക്കേണ്ടത് അതിൻ്റെ ബെനിഫിഷ്യറീസാണ്. അവരാണ് അതിലെ പ്രഷർ ചെലുത്തേണ്ടത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് ആ ഭാഗം ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിയില്ല, അത് എക്സിക്യൂഷൻ പാർട്ടിയില്ല. ഞങ്ങളതിനെക്കുറിച്ചൊന്നും പറയത്തില്ല. പ്രത്യേകിച്ച് എനിക്ക് വളരെ നിർബന്ധമുണ്ട്, ഇലക്ഷൻ സമയത്ത് എന്തെങ്കിലും ഒരു കമൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു പാർട്ടി അഫക്റ്റ് ചെയ്യുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതെ, ക്രൈസ്തവർ ഒരുമിച്ച് നിന്നിട്ട് അവരുടെ ഏതെങ്കിലും
പല 254 ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ ഏതെങ്കിലും ചെയ്ത് നടപ്പാക്കിയില്ലെങ്കിൽ നടപ്പാക്കണമെന്ന് പ്രഷർ ചെലുത്തേണ്ട ചെയ്താണ്. പല ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും അത് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭ വളരെ കാര്യമായിട്ട് അതിനെക്കുറിച്ച് കാര്യമായിട്ട് നടത്തുന്നുണ്ട്. പെന്തക്കോസ്ത് സഭകളും എല്ലാം ഉണ്ട്. അവർക്ക് വലിയ വേറൊരു പ്രശ്നം സെമിത്തേരിയം. സർ, ഒരു കാര്യം ഈ റിപ്പോർട്ടിൽ പറയുന്നത്, ഈ 50% മുകളിൽ മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളെ മുഹമ്മദൻ സർക്കാർ സ്കൂൾ എന്ന് നാമകരണം ചെയ്തത് തെറ്റാണെന്ന്. അങ്ങനെ ഉണ്ടോ ധാരാളം അങ്ങനെ സർക്കാർ സ്കൂൾ? അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം പിന്നെ ഗവൺമെൻറ് സ്കൂളിലൊക്കെ ചിലർക്ക് മുസ്ലിം സ്കൂളെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ സർക്കാർ ഇനി മെയിൽ അങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു സ്കൂളിലും അങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് ഗവൺമെൻറ് ഓർഡർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം സ്കൂളുകളുണ്ട് അങ്ങനെ പേരിട്ടിട്ടുണ്ട്. ഗവൺമെൻറ് സ്കൂൾ മലപ്പുറത്തൊക്കെ പല സ്കൂളുകളിലും ഗവൺമെൻറ് മുസ്ലിം സ്കൂൾ എന്ന് എഴുതിയിട്ടുണ്ട്. സർക്കാർ മുസ്ലിം സ്കൂൾ. അപ്പൊ ഇനി അങ്ങനെ പുതിയ സ്കൂളുകളിലൊന്നും അങ്ങനെ പേരിടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ 50% കൂടി മുസ്ലിങ്ങളെ. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റംസാൻ നോയമ്പിന്റെ സമയത്ത് അവർക്ക് പ്രത്യേക അവധിയാണ്. അപ്പൊ ഇപ്പോൾ ഉള്ള സ്കൂളുകളോ അതിനെക്കുറിച്ചൊന്നും സർക്കാർ പറഞ്ഞു ഇനി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേക അവധി എന്ന് പറയുന്നത് എങ്ങനെയാണ്? റംസാൻ മാസത്തിൽ അതെങ്ങനെയാണ് അവധി? അവർക്ക് പ്രത്യേക അവധിയാണ്. അവധി സ്കൂൾ സമയമൊക്കെ വ്യത്യാസമാണ്. അതെ, ഗവൺമെന്റ് സ്കൂൾസ്. മുസ്ലിം സ്കൂൾ 50% കൂടുതൽ മുസ്ലിംസ് ഉള്ളിടത്തൊക്കെ പലയിടത്തും മുസ്ലിം സ്കൂളെന്ന് പറഞ്ഞിട്ടുണ്ട്. 50% കൂടുതൽ മുസ്ലിം വിദ്യാർത്ഥികളുള്ള സർക്കാർ സ്കൂളുകളിൽ വേറെ സമയമാണോ? എന്താ 50% കൂടുതൽ മുസ്ലിം സ്കൂളിലൊക്കെ ചില സർക്കാർ സ്കൂളുകളിൽ വ്യത്യാസ സമയമാണ്. അത് നിങ്ങൾ പഠിക്കണം. നമ്മൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പ്രത്യേക സമയമുണ്ട്. അതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല. പേരിടുന്നത് ഇപ്പോൾ സർക്കാർ സ്കൂളാണ്. അവിടെ ഹിന്ദുക്കളും പഠിക്കുന്നുണ്ട്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പഠിക്കുന്നുണ്ട്. പക്ഷേ പഠിക്കുന്ന എവിടെ എന്ന് ചോദിച്ചാൽ ഞാൻ മുസ്ലിം സ്കൂളിലാണെന്ന് പറയും. മുസ്ലിം സ്കൂളിൽ മുസ്ലിം പ്രൈവറ്റ് സ്കൂളൊന്നുമല്ല. ഇപ്പം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്കൂളെന്ന് എന്തെങ്കിലും കാണും. പക്ഷേ ഇത് ഗവൺമെൻറ് സ്കൂളാണ്. ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിം സമുദായം മാത്രമാണെന്നുള്ള തോന്നല് ഇപ്പോഴും നിലനിൽക്കുന്നത്. അവിടെ മിക്കവാറും അങ്ങനെയുള്ള സ്കൂളുകളിൽ മിക്കവാറും 80% മുസ്ലിം കുട്ടികളാണ്. മലപ്പുറത്തൊക്കെ ആ ഭാഗത്ത് അത്രേ ഉള്ളൂ. ചേർക്കാഞ്ഞിട്ടല്ല, ആ ഭാഗത്ത് അവരേ ഉള്ളൂ. ഇപ്പം രാവിലെ പോകുമ്പോൾ ഇപ്പം പണ്ടൊക്കെ ഒരു മുസ്ലിം കുട്ടിയെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയത്തില്ലായിരുന്നു. ഇപ്പം നമുക്ക് തിരിച്ചറിയാം. കാരണം വേഷവിധാനത്തിൽ വെച്ച് ആൺപിള്ളേർക്ക് പോലും വ്യത്യാസം. ഇപ്പം ആൺപിള്ളേർ പോലും തൊപ്പി വെച്ചുകൊണ്ടാണ് സ്കൂളിൽ പോണേ. പണ്ടങ്ങനൊന്നും ഇല്ലായിരുന്നു, നമുക്ക് അറിയത്തില്ലായിരുന്നു. നമ്മുടെ വീടുകളിൽ അവർ വരും, അവരുടെ വീടുകളിൽ നമ്മൾ പോകും, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇപ്പോൾ ഫണ്ടമെൻ്റലിസം ഒത്തിരി. അത് വേറൊരു കാര്യമുണ്ട്. ഹിന്ദുക്കളാണെങ്കിലും ഈ ചുമന്ന പോയിട്ട് വരുന്ന ഒത്തിരി പേര് വ്യത്യാസമുണ്ട്. കുരിശുമാല പുറത്തിട്ട് വരുന്നവരുണ്ട്. ഈ എക്സിബിഷനിസം ഒത്തിരി വരുന്നവരുണ്ട്. അവരവരുടെ വിശ്വാസം അവരുടെ ഉള്ളിലിരുന്നാൽ പോരെ. സർ, അതുപോലെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കുറേ നാളായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ലവ് ജിഹാദ് എന്നുള്ളൊരു പേടി. ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിംസ് കൺവേർട്ട് ചെയ്ത് കല്യാണം കഴിക്കുന്നു, നമ്പർ കൂടുന്നു, അതിനൊരു ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു പേടി കലർന്ന ഒരു വിശ്വാസം. ധാരാളം പേടിയുണ്ട്. അതുണ്ടോ? അത് ശരിക്കും ധാരാളം പേടിയുണ്ട്. പിന്നെ നല്ല പെൺകുട്ടികളെ മുസ്ലിങ്ങളെ കൺവേർട്ട് ചെയ്തിട്ട് മുസ്ലിം ആക്കുന്നു എന്നൊരു പരിപാടികളുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരെ വീടുകളിലൊക്കെ കൊണ്ടുപോയിട്ട് കുറേ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുണ്ട്. എൻ്റെ അടുത്ത് ഞാൻ ജഡ്ജിയായിരിക്കുമ്പോൾ അങ്ങനെ കേസുകൾ വന്നിട്ടുണ്ട്. വന്നു കഴിയുമ്പോൾ ഇവരെ കാണത്തില്ല. നമ്മൾ ഹേവിയസ് കോർപ്പസ് വരും. ഇവർ എന്തെല്ലാം അന്വേഷിച്ചില്ല. കുറച്ചാൾ കഴിഞ്ഞ് 1-2 കൊല്ലം കഴിയുമ്പോൾ വരും. അപ്പോഴത്തേക്ക് ഈ കുട്ടി നല്ല ഒരു മുസ്ലിമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കും. ഒരു ഒറ്റ മോളേ ഉള്ളൂ. കണ്ടാൽ നല്ല സുന്ദരി, നല്ല ഇതുമാണ്. അതിനെ ഒരു മുസ്ലിമായിട്ട് പ്രേമമായി. ഈ പെങ്കൊച്ച് സ്കൂളിൽ പോവും. പിന്നെ എന്തോ ഫാഷൻ ഡിസൈനിങ് എന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞ് ബൊട്ടിക്കിലൊക്കെ പോകും. ഇപ്പോൾ ഒടുവിൽ നമ്മൾ ഗർഭിണിയായി. ഒടുവിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. കൺവേർട്ട് ചെയ്തിട്ടില്ല. ഇപ്പം കൺവേർട്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കല്യാണം കഴിച്ച് ആദ്യം പറഞ്ഞു അവരുടെ വീട്ടിൽ കയറ്റത്തില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എവിടെ വേണേലും പോക്കുമെന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു കുട്ടിയുണ്ടായി. ബാപ്റ്റിസ് ചെയ്യത്തില്ല. അത് ഒടുവിൽ അത് മുസ്ലിം ഫാമിലിയായിട്ട് മാറുന്നത്. അപ്പനും അമ്മ ഹെൽപ്ലെസ്സാണ്.
എന്ന് മാത്രമല്ല മുസ്ലിമിന് കല്യാണം കഴിച്ചെന്ന് കൊണ്ട് അവരുടെ വീട്ടുകാരൊക്കെ ഇവരെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. അതായത് പ്രാക്ടിക്കലായിട്ട് ധാരാളം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജഡ്ജിയായിരിക്കുമ്പോൾ പല കേസുകൾ വന്നിട്ടുണ്ടോ. അത് ഒരു നമ്പൂതിരി കൊച്ചിൻ്റെ അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരുടെ വീടുകളിലൊക്കെ കൊണ്ടുപോയിട്ട് റംസാൻ്റെ സമയത്ത് നോയമ്പ് നോക്കും. ഇവർ വീട്ടുകാർ ചോദിക്കുമ്പോൾ പറയും നോയമ്പല്ലേ, കുഴപ്പമില്ല, എനിക്ക് കഴിക്കേണ്ടതെന്ന്. അതിന് കുറച്ച് അതിനെ കാണുന്നില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞിട്ട് ഹേബിയസ് കോർപ്പസ് ഒക്കെ വൈകി അതിനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം പറഞ്ഞാൽ എനിക്ക് മുസ്ലിം സമുദായത്തിൽ മുസ്ലിം വിശ്വാസമാണെന്ന് പറയും. അപ്പോഴത്തേക്ക് അതിനെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. അതെ, അവർ പറയണം. എനിക്ക് സത്യം അറിയില്ല. നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം പ്രായപൂർത്തി അവർ കുട്ടി പറയുക എനിക്കിത് അതിനാന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അത് പറയുകയാണ് ഇവരെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് പൈസ അവരുടെ ഏതോ അസോസിയേഷൻ കൊടുക്കുന്നതൊക്കെയാണ് പറയണം. നമുക്ക് അതിൻ്റെ സത്യം അറിയത്തില്ല. സത്യം അറിയാൻ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. സാർ, വേറൊരു കാര്യം, ഈ ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാനേജ്മെന്റ് കോട്ട കൂടാതെ കമ്മ്യൂണിറ്റി കോട്ടയും വേണം നമ്മൾ റെക്കമെൻഡേഷൻ ചെയ്യാം. അതൊന്ന് അതിനെക്കുറിച്ച് മാനേജ്മെന്റ് കോട്ട എന്നുള്ളതല്ല, കമ്മ്യൂണിറ്റി കോട്ട എന്നുള്ളതല്ല പറയുന്നത്. ഇപ്പോൾ 50% പ്രൊഫഷണൽ കോളേജിൽ സ്വന്തമായിട്ട് ഇവർക്ക് ചെയ്യാം. ആ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി വന്നു കഴിയുമ്പം കത്തോലിക്കരുടെയാണ് മെയിനായിട്ടുള്ളൊരു ഡിമാൻഡ്. പുഷ്പഗിരി കോളേജ്, പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടുന്നത് കൂടുതലും ഓർത്തഡോക്സ് മാർത്തോമാ കുട്ടികളാണ്. കാരണം റീത്ത് ഈ മലങ്കര കത്തോലിക്കർ വളരെ കുറേ ഉള്ളൂ. അപ്പം അവർ പറയണത് അവർ നടത്തിയ കോളേജാണ്. അപ്പം നടത്തിയ കമ്മ്യൂണിറ്റിക്ക് അതിൻ്റെ അകത്തൊരു റിസർവേഷനാണെന്ന് അവരുടെ ഡിമാൻഡ്. ഞങ്ങൾ കൊടുക്കണമെന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഡിമാൻഡുണ്ട്, സർക്കാർ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതായത് ഓരോ സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി നടത്തുമ്പോൾ ആ കമ്മ്യൂണിറ്റിക്ക് ഇപ്പോൾ ക്രിസ്ത്യൻ, ഇപ്പം സുപ്രീം കോടതി പറഞ്ഞു, ക്രിസ്ത്യൻ മുസ്ലിം സുപ്രീം കോടതി പറഞ്ഞു ക്രിസ്ത്യൻ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ പാടൊന്നുമില്ല, എല്ലാ ക്രിസ്ത്യാനികൾക്കും ഇതിൽ അപ്ലൈ ആവുന്നു. ഇവർ പറയുന്നത് നടത്തിയ കമ്മ്യൂണിറ്റിക്ക് ഒരു റിസർവേഷൻ വേണമെന്ന് അവർ ഡിമാൻഡുണ്ട്. ഞങ്ങൾ ഡിമാൻഡുകൾ ഗവൺമെൻറ് പറഞ്ഞു. ഞങ്ങൾ അതിന് സ്പെസിഫിക് റെക്കമെൻഡേഷനൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല. സാർ ആദ്യം പറഞ്ഞു ജ്ഞാനായ സഭയിൽ നിന്ന് നിവേദനങ്ങൾ കിട്ടിയിരുന്നു എന്ന് പറഞ്ഞു. എന്താണ് അവരുടെ നിവേദനങ്ങളിൽ എന്താണ് പറയുന്നത്? അവരുടെ നിവേദനത്തിൽ 2 ഗ്രൂപ്പ് 2 രീതിയിലാണ്. ഒരു ഗ്രൂപ്പ് അവരുടെ തന്നെ 2 ഗ്രൂപ്പാണ്. അതിൽ തന്നെ അവർ വന്ന് പറയുന്ന അവരുടെ ഇത് അപ്പോൾ അവർക്ക് പുറത്തുനിന്ന് കല്യാണം കഴിക്കാൻ പാടില്ല. അവരുടെ ട്രഡീഷൻസ് അനുസരിച്ച് നിയമങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നാണ് അവരുടെ ഒരു ഗ്രൂപ്പ്. വേറൊരു ഗ്രൂപ്പ് പുറത്തുനിന്ന് കല്യാണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് കല്യാണം പ്രായമായിട്ടും കല്യാണം നടത്താത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അതിൽ ആണുങ്ങളുടെ കല്യാണം നടത്തുമ്പോൾ അവരുടെ പള്ളിയിൽ അടക്കാനുള്ള അവകാശങ്ങൾ കിട്ടണം. ജ്ഞാനായ അല്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചാൽ അവരുടെ സമുദായത്തിൽ നിന്ന് പുറത്താവും. പിന്നെ അവരുടെ പള്ളിയിൽ പോയി അടക്കാനോ കല്യാണം നടത്താനോ സമ്മതിക്കത്തില്ല. അറ്റ്ലീസ്റ്റ് പുരുഷന്മാർ കല്യാണം കഴിക്കുമ്പോഴില്ല ഇടവകാംഗത്വം തുടരാനും അവിടെ അടക്കാനും അവകാശം വേണമെന്നാണ് ഒരു ഗ്രൂപ്പിൻ്റെ ഇത്. ഒത്തിരി പുരുഷന്മാർ കല്യാണം കഴിക്കാതെ നിൽപ്പുള്ളത് കൊണ്ട്. പക്ഷെ അതിലൊക്കെ ഗവൺമെന്റിന് എന്താ ചെയ്യാൻ പറ്റുക? അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഗവൺമെൻറ്. അവരുടെ നിവേദനം തന്നെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഡിമാൻഡുണ്ട് എന്ന് പറഞ്ഞ് സർക്കാർ ഡിമാൻഡുണ്ടെന്ന് പറഞ്ഞു. ഡിമാൻഡ് ഇല്ലയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഗ്രാനായ പള്ളിയിലൊക്കെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അവരുടെ ജനറലായിട്ടുണ്ട്. കാരണം സ്നേഹത്തെക്കുറിച്ചും ചാരിറ്റിയെക്കുറിച്ചും നമുക്ക് പ്രസംഗിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. ഇപ്പം ഗുഡ് സമരീറ്റൻ ക്രിസ്തു പറഞ്ഞില്ലാത്ത ജാതിമത ഭേദമന്യേ ആവശ്യക്കാരെ സഹായിക്കുന്നതാണ് ക്രിസ്ത്യാനി. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 ഗുണങ്ങളാണ് ക്രിസ്ത്യാനിക്ക് വേണ്ടത്. അതിൽ ഏറ്റവും പ്രധാന സ്നേഹമാണ്. സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ പിന്നെ പ്രയോജനമൊന്നുമില്ല, അത് മുഴങ്ങുന്ന ചെമ്പ് പോലെയുള്ളൂ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നത്. ഇപ്പം നമ്മുടെ നൊയമ്പ് പ്രാർത്ഥനകളൊക്കെ നടക്കുകയാണ്. അതിൻ്റെ പ്രാർത്ഥനകൾക്കകത്തൊക്കെ പറയുന്നത് അതാണ്. സ്നേഹമില്ലാത്ത പ്രാർത്ഥന ചിറകില്ലാത്ത പക്ഷിയുടെ കൂട്ടാണ്, മേളിലോട്ട് പോകത്തില്ല. ആ സ്നേഹം വേണം. സ്നേഹമെന്ന് പറഞ്ഞാൽ മനുഷ്യരെ സഹായിക്കുന്നതിൽ കൂടെയാണ്. ഭക്ഷണ സാധനങ്ങൾ പെടുന്നതിനോടൊപ്പം തന്നെ ആത്മനിയന്ത്രണം വേണം. അതിൻ്റെ നിയന്ത്രണം ആവശ്യമാണ്. അതൊക്കെ പ്രാർത്ഥനയ്ക്കകത്ത് തന്നെ ഉണ്ടത്.
ഇതിൻ്റെ അകത്ത് ഉച്ചപ്രാർത്ഥനയ്ക്കകത്ത് പറയുന്നുണ്ട്, കർഷകൻ പിന്നെ വിതയ്ക്കാനായിട്ട് പോകുന്നത് പാടം കർഷകൻ്റെ അടുത്തോട്ട് വരികയല്ല, കർഷകൻ പാടത്തിലേക്ക് പോവുകയാണ്. അതുപോലെ ആവശ്യക്കാരെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ സഹായിക്കണമെന്നാണ് ഒരു പ്രാർത്ഥനയ്ക്കകത്ത് പറയുന്നൊരു ഭാഗമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ധാരാളം ക്രിസ്ത്യൻ ഇതിലുണ്ട്. പക്ഷെ പലപ്പോഴും തന്നെ പഴയ നിയമത്തിൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ യുദ്ധസമയത്ത് യഹൂദന്മാർ മറ്റുള്ളവരെ ആക്രമിക്കാനായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനയാണെന്ന് പറഞ്ഞ് പലതും പറഞ്ഞിട്ടുണ്ട്. പലരും അതിന് എംഫസൈസ് കൊടുത്താണ് ജീവിക്കുന്നത്. സർ, ഇപ്പം സാറുടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്ക കമ്മിറ്റീസിലും, ഈ മൈനോറിറ്റി കമ്മിറ്റീസിൽ ഈ മുസ്ലിംസിൻ്റെ നമ്പേഴ്സ് കൂടുതലാണ് ആസ് ഒഫീഷ്യൽസ്. അപ്പം അവിടെ ക്രിസ്ത്യൻസിന് ഒരു റെപ്രസെൻറ്റേഷൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ബിക്കോസ് ഓഫ് ദാറ്റ് ഒത്തിരി ബെനിഫിറ്റ്സ് നമ്മളുടെ ഈ കമ്മ്യൂണിറ്റീസ് ഒന്നും അത് അറിയാൻ. ശരിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചു, മൈനോറിറ്റി കമ്മീഷനുണ്ട്. മൈനോറിറ്റി കമ്മീഷനിലെ എൻ്റെ സ്റ്റാഫ് മുസ്ലിംസാണ്. അതുകൊണ്ട് മറ്റുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് എന്തെങ്കിലും അപ്ലൈ ചെയ്താൽ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടി കണ്ടുപിടിച്ചിട്ട് മാറ്റി വെക്കാം. അത് കറക്റ്റ് ചെയ്യാമെന്ന് മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുണ്ട് ഇവരുടെ കോൺഫറൻസിൽ. അതുപോലെ വേറൊരു സമയത്ത് ഈ ബെനിഫിറ്റ്സിൻ്റെ ഒക്കെ ലൈക്ക് സ്കോളർഷിപ്പിൻ്റെ ഒക്കെ അനൗൺസ്മെന്റ്സ് ഇപ്പോൾ ഈ മെഹൽ കമ്മിറ്റിയുടെ വെബ്സൈറ്റിലാണ് കൂടുതലായിട്ട് വരുന്നത്. അതൊരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ പോലെ അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് അത് അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കമ്മീഷൻ വന്ന ആദ്യത്തെ തന്നെ ഡയറക്ഷന് ശേഷം ഗവൺമെൻറ് ഇപ്പോൾ പരസ്യം ചെയ്യുന്നുണ്ട്. അത് കമ്മീഷൻ നടക്കുമ്പോൾ തന്നെ അവർ അത് കറക്റ്റ് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ചില ഡയറക്ഷൻസ് കൊടുക്കുമായിരുന്നു, അതൊക്കെ അവർ അന്നേരം ഇംപ്ലിമെൻ്റ് ചെയ്തു. ഇപ്പം നേരത്തെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇത്രാം തീയതി ലാസ്റ്റ് ഡേറ്റ് ഒന്നും ആരെ അറിയിക്കത്തില്ലായിരുന്നു, അത് മാറ്റി. ക്രിസ്ത്യൻ പ്രാക്ടീസ്, റിലീജിയസ് പ്രാക്ടീസസിനെയൊക്കെ കളിയാക്കിയിട്ടുള്ള ചില സിനിമകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. പൊതുവെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മോസ്റ്റ് പ്രോഗ്രസീവ്, ലിബറൽ, അങ്ങനെ ഒരു ഇമേജ് ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റി ഇങ്ങനെ മറ്റു ചില കമ്മ്യൂണിറ്റികളെ പോലെ ഭയങ്കര റിജിഡ് ആവേണ്ട ആവശ്യമുണ്ടോ ശരിക്കും? ഒരാവശ്യവും ഇല്ല. പക്ഷെങ്കിൽ ഒരു കാലത്ത് ഹിന്ദി സിനിമകളിൽ കള്ളക്കാരും കൊള്ളക്കാരും ഒക്കെ കുരിശുമാല ഇട്ടാൽ പൊക്കൊണ്ടിരുന്നു. നമുക്ക് കാണാമായിരുന്നു. ഇതൊക്കെ ഇട്ടിരുന്നത്. അപ്പം പുറമെ കാണുന്നു വിചാരിക്കും ഇത് ക്രിസ്ത്യാനികളെല്ലാം ഉള്ളവരായിരിക്കുമെന്ന്. ഇപ്പോൾ ചിലയിടത്തൊക്കെ നമുക്കൊരു ജസ്റ്റ് ഇമ്പ്രഷൻ, ഇവിടെ ഭീകര ആക്രമണം ഉണ്ടായാലും മുസ്ലിമാണെന്നൊരു ഇമ്പ്രഷൻ. എല്ലായിടത്തും എല്ലാ കമ്മ്യൂണിറ്റിയിലും ഇങ്ങനെ ഭീകരമായിട്ട് ഈ ഫാനാറ്റിക് ചിന്താഗതികളുള്ള എല്ലായിടത്തും ഉണ്ട്. അതൊന്നും കളത്തിവിട്ടെ. പക്ഷേ മുസ്ലിങ്ങളുടെ ഇടയിൽ അത് കൂടുതലായി. കാരണം യുദ്ധസമയത്തുണ്ടായിരിക്കുന്ന ചില മുഹമ്മദ് യുദ്ധം ചെയ്ത സമയത്തുണ്ടായിരുന്ന ചില സന്ദേശങ്ങൾ അത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ട് അതുപോലൊക്കെ ചെയ്യണമെന്നുള്ള രീതിയിൽ അത് പണ്ടേ യഹൂദന്മാരും പറഞ്ഞു, ഈ പിന്നെ യഹോവയിൽ വിശ്വസിക്കാത്തവനെ കൊന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അത് തന്നെ അള്ളാഹിൽ വിശ്വസിക്കാത്തവെന്നുള്ള രീതിയിൽ പറഞ്ഞു. കാരണം ദൈവം എന്ന് പറയുന്നത് ഏകവനം, സർവ്വലോകത്തിൻ്റെ സൃഷ്ടാവാണ്. യഹൂദൻ്റെയോ മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ മാത്രമല്ല. ഇപ്പം എല്ലാവരുടെയും ദൈവമാണ്. പക്ഷെ അത് യഹൂദന്മാരുടെ മാത്രം സ്വന്തമായിട്ട് സിയോനിൽ താമസിക്കുന്ന ഒരു ദൈവമായിട്ട് അവർ കരുതി. ഇവർ അള്ളാഹുവിനെ എങ്ങനെ ആ സൗദി അറേബ്യയിൽ മാത്രമായിട്ട് ഇങ്ങനെ ഒരു രീതിയിലായിട്ട് മാറി. ദൈവം എന്ന് പറയുന്ന എല്ലാവർക്കും ദൈവം ഒന്നേ ഉള്ളൂ. അത് മനസ്സിൽ പഠിക്കണം. പിന്നെ ഉപദേശങ്ങളും നമ്മൾ ട്രഡീഷനായിട്ട് ഇപ്പോൾ പലരും ക്രിസ്ത്യാനിയാക്കുന്നത് നമ്മൾ ആ കുടുംബത്തിൽ ജനിച്ചു, അതുകൊണ്ടങ്ങനെ നമ്മൾ ക്രിസ്ത്യാനികളായി. നമ്മുടെ സ്വന്തം ചോയ്സിലൊന്നും അല്ലല്ലോ ആവുന്നത്. പക്ഷേ അതിൽ ആ ഒരു കൺസെപ്റ്റ്, അത് ശ്രീനാരായണ ഗുരുവിൻ്റെ കൺസെപ്റ്റ് വളരെ കറക്റ്റാണ്. മതം ഏതായാലും ശരി തന്നെ മനുഷ്യനെ നന്നാകണ്ടേ, ആ ഒരു കൺസെപ്റ്റാണ് എനിക്കിഷ്ടം. പൊളിറ്റിക്സിൽ ഈ ക്രൈസ്തവരുടെ യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് മുസ്ലിം ലീഗ് അവർക്കാണെങ്കിൽ കൃത്യമായ പൊളിറ്റിക്സ് ഓരോ ഗ്രൂപ്പും, ക്രൈസ്തവർക്ക് അതിനാകെയുള്ളത് ഒരു കേരള കോൺഗ്രസ് ആണ്. അതാണ് പൊട്ടിപ്പോയി വിഭജിച്ചത്. കേരള കോൺഗ്രസിൽ പല ക്രിസ്ത്യാനികൾക്കും ഇഷ്ടമില്ല. പലരും പണ്ട് ട്രഡീഷണലായിട്ട് കോൺഗ്രസ്സുകാരായിരുന്നു. ഈ കേരള കോൺഗ്രസ് ഇന്നുണ്ടായതാണല്ലോ. ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ഫീലിംഗ് ഒരു കാലത്തുണ്ടായിരുന്നു. ഇപ്പം അതുമില്ല. ഇപ്പോൾ എല്ലാ ഇതിലും ഉണ്ട്. പക്ഷേങ്കിൽ യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാരാണെങ്കിലും ഒരു മുസ്ലിം കാൻഡിഡേറ്റ് നിൽക്കുകയാണെങ്കിൽ അവർ ആ മുസ്ലിമിനെ വോട്ട് ചെയ്യത്തുള്ളൂ, മറ്റേ ആൾ അല്ലെങ്കിൽ. പക്ഷെങ്കിൽ ഇപ്പം മുസ്ലിം ലീഗിലെ ഒരു മറ്റേ ആൾ മുസ്ലിമാണ് നിൽക്കുന്നെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള നല്ലൊരു കാൻഡിഡേറ്റിനെ എടുക്കും.
ആ ഒരു ചിന്താഗതി ക്രിസ്ത്യാനികളുടെ ഇടയിൽ അങ്ങനെ ഇല്ലിപ്പം. കാരണം അവരെ നോക്കുന്ന പാർട്ടി അല്ലെങ്കിൽ കൂടുതലും നോക്കുന്നത്. സാർ, അതുപോലെ ഈ പണ്ട് UDF അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്രിസ്ത്യൻ പ്രമുഖരായ നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നോക്കുവാണെങ്കിൽ പേരിന് പോലും ഒരു ക്രിസ്ത്യൻ ലീഡറെ നമുക്ക് കാണാനില്ല, UDF-ൽ പോലും. ഒരിടത്തും അങ്ങനെ ക്രിസ്ത്യൻ ലീഡേഴ്സ് ഇല്ല. കാരണം അവർ വളരാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഇപ്പോൾ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഒരു ക്രിസ്ത്യൻ ലീഡറായിട്ടല്ല വന്നിട്ടുള്ളത്, ഒരു ജനറൽ ലീഡറായിട്ട്. ചർച്ച് ഒരിക്കലും അയാളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ബിലോങ്സ് ടു ഓർത്തഡോക്സ് ചർച്ച്. അദ്ദേഹത്തിനെ ബഹിഷ്കരിക്കണമെന്ന് വരെ ഒരിക്കൽ ചർച്ച് പറഞ്ഞു. അദ്ദേഹം ക്രിസ്ത്യാനികളുടെ ലീഡറായിട്ടല്ല വന്നേക്കുന്നത്, ജനങ്ങളുടെ ലീഡറായിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെയുള്ള ലീഡേഴ്സ് വരണം. അവർ ഒരു ജാതിയുടെയോ മതത്തിൻ്റെ ലീഡർ ആയിരുന്നില്ല. ഇങ്ങനെ ഡിവൈഡഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അർഹതപ്പെട്ട ഒരു റൈറ്റ്സ് കിട്ടാതെ പോകുന്നത്? അതെ, ഡിവൈഡഡ് നിൽക്കുന്നതുകൊണ്ട് യൂണിറ്റി ഇല്ല, നമ്പർ കുറയുന്നു, വളരെ കുറഞ്ഞു വരികയല്ലേ. ഒന്നാമത് ബർത്ത് റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പത്തനംതിട്ട ആ ഭാഗത്തൊക്കെ എഡ്യൂക്കേഷൻ ക്രിസ്ത്യാനിയുടെ കൂടെ താമസിക്കുന്നിടത്ത് എണ്ണം ജനങ്ങൾ കുറവാണ്. പല വീട്ടിലും ഒറ്റ കുട്ടിയേ ഉള്ളൂ. പണ്ട് നമ്മൾ രണ്ടെന്ന് മാറിയിട്ട് ഇപ്പോൾ ഒറ്റ കുട്ടിയായി പലയിടത്തും കുട്ടികൾ ഉണ്ടാകുന്നില്ല. കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന ഭാഗ്യമെന്ന് വിചാരിക്കുന്ന ഒരു തലമുറയാണ് വരുന്നത്. കല്യാണം കഴിക്കുന്ന എന്തിനാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്, പെൺപിള്ളേരുണ്ട്. സർക്കാർ അനൗൺസ് ചെയ്ത് കുറേ റെക്കമെൻഡേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് നമ്മുടെ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ്. സാർ നോക്കിയായിരുന്നു അത് എന്തുമാത്രം റെക്കമെൻഡേഷൻസ് സർക്കാർ? കൃത്യം ഒരു കണക്ക് തന്നിട്ടില്ല. കുറേയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തെന്നറിയാം, കുറേയൊക്കെ ഇംപ്ലിമെൻറ്റ് പ്രധാനപ്പെട്ട ഇംപ്ലിമെൻറ്റ് ചെയ്തത് അല്ല, ഒന്നും പറയാനായിട്ട് ഒരു കൃത്യമായിട്ടൊരു ഡാറ്റ അതിൻ്റെ കിട്ടിയിട്ടില്ല. ചിലത് പേപ്പർ ന്യൂസ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇപ്പം തന്നെ ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് മതിയെന്നും പറഞ്ഞിട്ട് കൊടുത്തു. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ പേപ്പറിൽ കിടക്കുന്ന കാണാം. ഇപ്പം ഈ ഞങ്ങൾ നടക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സ്കോളർഷിപ്പിൻ്റെ കാര്യമൊക്കെ പരസ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരസ്യം ചെയ്യുന്നുണ്ട് ഇപ്പം. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഏതായിരിക്കും ഏറ്റവും ടഫ് ഗവൺമെന്റിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാറിന്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ റെക്കമെൻഡേഷൻ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ കാര്യമാണ്. ഞാൻ ഈ കുട്ടനാട്ടിൽ നദികളൊക്കെ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ്പെൻസീവ്. പിന്നെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയാൽ ഉടനെ അതിൻ്റെ ചെളി വിറ്റേച്ച് കാശുണ്ടാക്കാൻ നമ്മുടെ പ്രതിപക്ഷം തുടങ്ങും. അപ്പോൾ അതും കൂടെ എല്ലാം നോക്കണം. അതുപോലെ പട്ടയം കൊടുക്കുന്നതിനും എതിരായിട്ടൊക്കെ പല ആൾക്കാരും ഒക്കെയുണ്ട്. പട്ടയം വളരെ സ്ഥിരമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കൊക്കെ വളരെ കാലമായിട്ട് കൈവശം വെച്ചിരിക്കുന്നവർക്കൊക്കെ കൈവശം സർട്ടിഫിക്കറ്റ് കൊടുത്താലും പട്ടയം കൊടുക്കത്തില്ല. പട്ടയം കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഒരു കടം വെക്കാനോ ഒന്നും പറ്റുന്നില്ല. ഈ സുനാമി അനുസരിച്ച് സർക്കാർ പണിത് കൊടുത്ത സ്ഥലത്തെ വീടുകൾക്ക് പോലും പട്ടയം കൊടുക്കുന്നില്ല. സുനാമി സർക്കാർ കുറച്ച് വീടുകൾ പണിത് കൊടുത്തിട്ടുണ്ട്, അവർക്ക് പോലും പട്ടയം കൊടുക്കുന്നില്ല. ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് കമ്മീഷൻ വെച്ചത്. പക്ഷെ സാറ് പറഞ്ഞത് ഈ മലയോരത്താണെങ്കിലും കടലിന്റെ അടുത്ത് ആ ഓർഡറിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, മലയോര ക്രിസ്ത്യാനികളുടെയും പിന്നെ കുട്ടനാട്ടിലെയും തീരദേശക്കാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങൾ പഠിക്കണമെന്നാണ്. പക്ഷെ അത് ആ ക്രിസ്ത്യാനികളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പ്രശ്നമാണ്. സാറിന് കേരളത്തിന്റെ ഒരു നേർചിത്രം എന്താ സാറിന് തോന്നുന്നത്? കേരളം പ്രോഗ്രസ് ചെയ്തോ അതോ മനുഷ്യരുടെ? ഞങ്ങൾ എല്ലാ ജില്ലയിലും പോയിട്ട് എല്ലാവരുടെയും പ്രതിനിധികളുടെയും പിന്നെ റെപ്രസെൻറ്റേഷൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം ഈ തീരദേശവാസികൾക്ക് ഉള്ള പ്രശ്നങ്ങൾ, കടലാക്രമണത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ, അല്ലെ കുടിവെള്ള പ്രശ്നം കുട്ടനാട്ടിലേത്, അല്ലെങ്കിൽ യാത്രാ പ്രശ്നം മലയോര പ്രദേശങ്ങളിലേത്, ഇതൊക്കെ എല്ലാവരുടെയും പ്രശ്നം. ക്രിസ്ത്യാനിയുടെ പ്രശ്നം പഠിക്കുമ്പോൾ മറ്റവരുടെ പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. എല്ലാവരും ജനറലായിട്ടാണ്. ക്രിസ്ത്യാനിക്ക് മാത്രമായിട്ട് മലയോരത്ത് എന്തെങ്കിലും കൃഷി ചെയ്യാൻ പറ്റും. ആ മലയോരുടെയും കുട്ടനാട്ടിലൊക്കെ പ്രശ്നങ്ങളെല്ലാം ഒന്നാണ്. ഞങ്ങളുടെ റിപ്പോർട്ടിലും പ്രധാനമായിട്ടുള്ള മത്സ്യത്തൊഴിലാളി, ജാതി മതമൊന്നും പ്രശ്നമൊന്നുമില്ല. ആരാധനാലയങ്ങളിൽ കൊമേഴ്ഷ്യൽ ടാരിഫ് മാറ്റിയിട്ട് ഈ വൈദ്യുതിക്കും മറ്റും ഇപ്പോഴും ആരാധനാലയങ്ങൾക്ക് വേറെ റേറ്റ് ആണല്ലോ. ആരാധനാലയങ്ങൾക്ക് റേറ്റാണ്. പക്ഷെങ്കിൽ ആരാധനാലയങ്ങൾ നടത്തുന്ന ചർച്ച് നടത്തുന്ന ഓഡിറ്റോറിയം അതിന് വേണോ വേണ്ട എന്നുള്ളതാണ് പ്രശ്നങ്ങളുള്ളത്. അതെങ്ങനെയാണ്, എന്താണ് നമ്മളുടെ അത്
ഇപ്പം അത് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിക്ക് കൊടുത്താൽ കൊമേഴ്ഷ്യൽ റേറ്റ് കൊടുക്കണം, അതിനെന്താ കുഴപ്പം? ഇപ്പം ഞാനൊരു ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല റേറ്റ് കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ആളല്ല. കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ കൊടുത്താൽ കൊമേഴ്ഷ്യൽ റേറ്റ് തന്നെ കൊടുക്കണം. ആരാധനാലയങ്ങളിലോ? ആരാധനാലയങ്ങളിൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റിയൊക്കെ വേറെ റേറ്റാണ്, ചാർജ് കുറവാണ്, വേറെ റേറ്റാണ്. സാർ, ഈ റിസർവേഷനെ കുറിച്ചിട്ടുള്ള സാറിന്റെ അഭിപ്രായം എന്താ? നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിഞ്ഞു, ഒരു 3 ജനറേഷൻ കഴിഞ്ഞു, എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണ് എല്ലാ റൈറ്റും കിട്ടുന്നത്. ഇനിയും റിസർവേഷൻ ഇത് നമ്മുടെ ആഗ്രഹം എന്താണെങ്കിലും സുപ്രീം കോടതി തന്നെ പലതും പറയുന്നുണ്ട്. പക്ഷേ റിസർവേഷൻ OBC ഇപ്പോൾ ഡെമോക്രസി ഇരിക്കുന്നിടത്തോളം കാലം OBC ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല സർക്കാരിന്. അത് കോടതി വിചാരിച്ചാലും പറ്റുന്നില്ല. ഇപ്പോൾ ക്രീമി ലെയർ കൊണ്ടുവന്നു. കാരണം OBC തന്നെ റിസർവേഷൻ കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് മുഴുവൻ അതിലെ പണക്കാരാണ്. ക്രീമി ലെയർ കൊണ്ടുവന്നപ്പോൾ അത് എങ്ങനെ ഓവർടേക്ക് ചെയ്യാമെന്നുള്ള രീതിയിലായി. കാരണം അതിൻ്റെ എമൗണ്ട് കൂടുതൽ നിശ്ചയിച്ചു, മറ്റേ നിശ്ചയിച്ചു. കാരണം പാവങ്ങൾക്കല്ല ബെനിഫിറ്റ് കിട്ടുന്നത്, അതിലെ തന്നെ ഉയർന്ന ആൾക്കാർക്ക് ആ ബെനിഫിറ്റ് കിട്ടും. ഈ സാമ്പത്തിക സംവരണം ആ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഇത് വെച്ചിട്ടുള്ള സംവരണമല്ലേ അങ്ങനെയാണ് സാമ്പത്തിക സംവരണം അത് സുപ്രീം കോടതി ചിലടത്ത് പറയുന്നുണ്ട്. പക്ഷേ സാമ്പത്തിക സംവരണം വെച്ചു കഴിഞ്ഞാൽ ഈ SC/ST പോട്ടെ, OBCയിലെ സാമ്പത്തിക സംവരണം വെച്ച് കഴിഞ്ഞാൽ OBCക്കാർക്കാട്ടി കൂടുതൽ ചിലപ്പോൾ ഒരുപക്ഷെ OBC അല്ലാത്ത കമ്മ്യൂണിറ്റിയിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് OBCക്കാർ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഇപ്പം ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി OBC പെടുത്തിയാൽ അതിനുവേണ്ടി കൊലപാതകം നടത്തേണ്ട UPയിലും പറ്റും. അപ്പോൾ അത് ഈ മൈറ്റീസ് റൈറ്റ് എന്നുള്ള രീതിയിൽ ആൾക്കാരുടെ സംഘടന വന്നിട്ടുള്ള പ്രശ്നമാണ്. ഇപ്പം നാളെ ആരെങ്കിലും വിചാരിച്ചാൽ മുസ്ലിങ്ങളെ OBCന്ന് മാറ്റാനായിട്ട് കേരളത്തിൽ സാധിക്കുക, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിക്കൊന്നും സാധിക്കത്തില്ല. ഈഴവരെ ഇടക്കൊന്നും പറ്റും, ഈഴവർക്ക് ഒത്തിരിയൊക്കെ പണമുണ്ട് എന്ന് പറഞ്ഞാൽ ക്രീമി ലെയറിൻ്റെ ഒരു എമൗണ്ട് മാറ്റാൻ പറ്റും? ഒന്നും മാറ്റാൻ പറ്റത്തില്ല. കാരണം അതൊക്കെ സംഘടനയും ഡെമോക്രസിയും. നമ്പറാണ്, നമ്പർ മാറ്റേഴ്സ്.